ആ, നസീമ വായിച്ചു തുടങ്ങിക്കോളൂ. ഇത് പേപ്പർ. ഓക്കെ മാം. ഒരു മിനിറ്റ്, എല്ലാവർക്കും ഒരു റെപ്പർട്ടറൈസേഷൻ ചെയ്യാൻ പറ്റുമെന്ന് വെച്ചാൽ ലാപ്ടോപ്പുകൾ തുറന്നു വെച്ചോളൂ കേട്ടോ. ഒന്ന് റെപ്പർട്ടറൈസ് ചെയ്തിട്ട് നമുക്ക് മെഡിസിന്റെ എക്സ്പ്ലനേഷൻ എങ്ങനെയാ നോക്കാം. സ്റ്റാർട്ട് ചെയ്തോളൂ. ഓക്കെ, നമ്മുടെ ഈ കേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 20-year-old ഫീമെയിൽ കേസ് ആണ്. ഈ കുട്ടിക്ക് 16 വയസ്സ് മുതൽ കൺവൾഷൻ. സോറി, വോയിസ് ബ്രേക്ക് ചെയ്യണു. ഹലോ, ഇപ്പൊ കേൾക്കാവോ മാം? ഇപ്പൊ ഓക്കെയാ. നമ്മുടെ ഈ കേസ് എന്ന് വെച്ച് കഴിഞ്ഞാല് 20-year-old ഫീമെയിൽ ഒരു കേസാണ് കേട്ടോ. ഇതൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ 16 വയസ്സ് മുതൽ കൺവൾഷൻ ഫീച്ചേഴ്സ് അടിക്കുന്നുണ്ട്, ഫിക്സ് വരുന്നുണ്ട്. എങ്ങനെ ഇത് സ്റ്റാർട്ട് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ 2 ദിവസം മുന്നേ ഒരു കഴുത്തിലെ മസിൽസിനൊക്കെ ഒരു സ്റ്റിഫ്നെസ് പോലെ തുടങ്ങും. പിന്നെ മൂക്കിന്റെ സൈഡ്, റൈറ്റ് സൈഡാണ് മെയിനായിട്ട്, ഇയറിന്റെ സൈഡിൽ നിന്ന് ഒരു തരിപ്പ് വന്നിട്ട് ആണ്. പിന്നെ എന്ത് സംഭവിക്കുന്നത്, ഈ ഫേസിലോട്ട് വരും. പിന്നെ എന്താ സംഭവിക്കുന്നത് കുട്ടിക്ക് അറിയില്ല, അൺകോൺഷ്യസ് ആവും. പിന്നെ ഒരു 2 to 3 മിനിറ്റ്സ് കഴിഞ്ഞാൽ ഈ കുട്ടിക്ക് കോൺഷ്യസ് ആവുന്നത്. അപ്പൊ പിന്നെ ഒരു അൺബാലൻസ്ഡ് സിറ്റുവേഷനിലായിരിക്കും കുട്ടി. കറക്റ്റ് ആയിട്ട് എന്താ സംഭവിക്കുന്നത് ഓർമ്മയുണ്ടാവും, കോൺഷ്യസ് ആയിരിക്കും, പക്ഷെ ഒരു ബാലൻസ് ഇല്ലാത്ത പോലെ ആയിരിക്കും. എങ്ങനെയൊക്കെ വരുന്ന വെച്ച് കഴിഞ്ഞാൽ പീരിയോഡിസിറ്റി കുട്ടിയെ നോക്കുമ്പോൾ മാസത്തിൽ ഒരിക്കൽ കമ്പൽസറി ആണെന്ന് പറയുന്ന പോലെ എപ്പോഴും വരും. മാസത്തിൽ ഒരിക്കൽ എന്തായാലും ഈ കുട്ടിക്ക് ഉണ്ടാവും. നമ്മുടെ അടുത്ത് വന്നത് 8ാം മാസത്തിലായിരുന്നു. 8ാം മാസം 21st. അതിന്റെ മുന്നത്തെ നോക്കുമ്പോൾ 11th വന്നിട്ടുണ്ട്, 15th വന്നിട്ടുണ്ട്. 2 days ഗ്യാപ്പിൽ ഈ കുട്ടിക്ക് ഇതുപോലെ ഫിക്സ് വന്നിട്ടുണ്ട്. എപ്പോഴാ കൂടുതലും ഈ കുട്ടി എപ്പോഴത് കാണുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഉറക്കത്തിലെ കുട്ടിക്ക് കൂടുതലായിട്ട് വരുന്നത്. അതുപോലെ തന്നെ മെയിൻലി ഓയിലി ഫുഡ്, ബീഫ് പോലത്തെ അങ്ങനത്തെ ഹെവി ഫുഡ് കഴിച്ചു കഴിഞ്ഞാൽ അസിഡിറ്റി വരും. അത് 9 മണിക്ക് ശേഷം, നൈറ്റ് കുറച്ച് കഴിഞ്ഞാൽ പിന്നെ എന്തായാലും കൺവൾഷൻ വരുമെന്നാണ് ഈ കുട്ടി പറയുന്നത്. അതേപോലെ തന്നെയുണ്ട് ഈ കുട്ടിക്ക് ആർക്കും ജോയിൻ ചെയ്യാൻ പറ്റുന്നില്ല എന്ന് പറയുന്നു. ഫിറ്റ്സ് വന്ന ശേഷം ഗ്യാസ്ട്രിക് കംപ്ലൈൻസ് ഉണ്ടാവും, വോമിറ്റിംഗ് വരും, അതുപോലെ ബാലൻസ് പോയ പോലെ ഉണ്ടാവും, ആസിഡിറ്റി വരും. ആ പ്രശ്നങ്ങളൊക്കെ കുട്ടി പറയുന്നുണ്ട്. പിന്നെ ഈ കുട്ടിക്ക് ഹിസ്റ്ററി ഓഫ് പാസ്റ്റ് ഇൽനെസ് നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ 4 to 5 years ഓഫ് ഏജ് മുതൽ തന്നെ മൈഗ്രെയിൻ ഉണ്ട്. അതിന് അലോപ്പതി ട്രീറ്റ്മെന്റ് അവർ എടുക്കുന്നുണ്ടായിരുന്നു. പിന്നെ അതുപോലെ തന്നെ എക്സിമ ഉണ്ടായിരുന്നു, എക്സിമയുടെ കംപ്ലൈന്റ് ഉണ്ടായിരുന്നു, പക്ഷെ അത് മാറി. അത് 14 years ഓഫ് ഏജിലായിരുന്നു ഉണ്ടായിരുന്നത്. അതിപ്പോൾ കുഴപ്പമില്ല. ജനറൽസ് നോക്കുകയാണെങ്കിൽ അപ്പറ്റൈറ്റ് ഈ കുട്ടിക്ക് കൺവൾഷൻ വന്നതിന് ശേഷം ഓവർ ആയിരിക്കും, വിശപ്പ് കൂടുതലായിരിക്കും. തേഴ്സ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ വെള്ളം കുട്ടിക്ക് വേണ്ട, ഒരു മടുപ്പ് പോലെ തോന്നും. കാരണം ഇനിയും വരും എന്നുള്ള ഒരു ഇതിലാണ് ആ കുട്ടി പറയുന്നത്. പേടി കാരണം വെള്ളത്തിനോടൊരു മടുപ്പാ. സ്ലീപ്പിൽ പറയുന്നത് ഉറങ്ങാൻ പേടിയ കുട്ടി, കാരണം ഏറ്റവും കൂടുതൽ കൺവെൻഷൻ വരുന്നത് സ്ലീപ്പിലാണ്. അത് കാരണം ഇപ്പൊ പേടിയുണ്ട് ഉറങ്ങാൻ എന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ ഡ്രീംസ് ചോദിച്ചപ്പോ എന്താ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാല് ഉറങ്ങുന്നതിന് മുന്നേ ജീവിതത്തിൽ പല കാര്യങ്ങളും സംഭവിച്ചിട്ടുണ്ടാവുമല്ലോ, ക്ലാസ് പോയ കാര്യങ്ങൾ, അതൊക്കെയാണ് മെയിൻ ആയിട്ട് ഡ്രീംസ് ആയിട്ട് വരികയാണ്. ഫിയർ ചോദിച്ചപ്പോഴാണ് കുട്ടി പറഞ്ഞത് പേടിയാണ്, വീഴുമെന്നുള്ള പേടി. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ കുട്ടിക്ക് ഫിക്സ് വരുമ്പോഴും ആ അൺകോൺഷ്യസ് സ്റ്റേറ്റിൽ എവിടുന്നോ മുകളിൽ താഴത്തോട്ട് വീഴുന്ന പോലത്തെ ഒരു ഫീലാന്നാ പറയുന്നത്. അതുപോലെ തന്നെ ക്രോസ് ചെയ്യാൻ പേടി, മല കയറാൻ പേടി, കല്ലിന് ഇടയിലുള്ള സ്റ്റെപ്സ് നടക്കാൻ പേടി. അപ്പൊ പേടി എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനൊക്കെ പേടി വീഴുമെന്നുള്ള പേടിയാ കുട്ടിക്ക് വരുന്നത്. പിന്നെ മൈൻഡ് ചോദിച്ചപ്പോഴാണ് ആ കുട്ടിയുടെ വേർഡ്സ് ആട്ടോ ഞാൻ പറയുന്നത്. വലിയ കോൺഫിഡൻസ് ഇല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അവരെന്ത് വിചാരിക്കുന്നുള്ള പേടി. അതുപോലെ തന്നെ കുട്ടിക്ക് പഠിക്കാൻ ഭയങ്കര ഇഷ്ടം, പഠിപ്പൊരു ഹരമാക്കണം എന്നുണ്ട്, പക്ഷേ അതിനുള്ള ഒരു കോൺഫിഡൻസ് ഇല്ല. ഹാൻഡ് റൈറ്റിംഗ് കൊള്ളത്തില്ല, അത് കാരണം എങ്ങനെ ചെയ്താലും അത് ബെറ്റർ ആവുമെന്ന് അറിയില്ല, അതുകൊണ്ടുള്ളൊരു പേടി. ഫ്രണ്ട്സിനെന്ന് പറയുന്നത് ഈ കുട്ടി മെയിൻലി ഫിലോസഫിക്കൽ രീതിയിൽ വെറും സാഹിത്യപരമായി മാത്രമേ സംസാരിക്കുള്ളൂ എന്നാണ് ഫ്രണ്ട്സ് പറയുന്നത്. എഴുതാൻ ഈ കുട്ടിക്ക് ഭയങ്കര ഇഷ്ടമാണ്, കവിത എഴുതും. അപ്പൊ സംസാരിക്കുന്നത് ആ രീതിയിലാണ് സംസാരിക്കുന്നതെന്നാണ് ഈ കുട്ടിയുടെ ഫ്രണ്ട്സ് പറയുന്നത്. പിന്നെ നോക്കുകയാണെങ്കിൽ എഴുതുമ്പോൾ ഈ കുട്ടിക്ക് സ്വന്തമായിട്ട് ഭയങ്കര കോൺഫിഡൻസ്, പ്രൗഡ് ഫീൽ ചെയ്യുമെന്നാണ് പറയുന്നത്. മറ്റുള്ളവരെ അവോയ്ഡ് ചെയ്യുമ്പോൾ, മറ്റുള്ളവരുടെ വിഷമം കാണുമ്പോൾ പിന്നെ ഈ കുട്ടിയുടെ സങ്കടം പറയുമ്പോൾ അങ്ങനെ സങ്കടം വരുന്നത്. വിഷമം കണ്ട് നിൽക്കാൻ പറ്റില്ല, എന്നെ കൊണ്ട് പിടിച്ചു നിൽക്കാൻ പറ്റില്ല, അവിടുന്ന് പോകും എന്നൊക്കെ പറയുന്നത്. വിഷമം വന്നാൽ പരമാവധി പിടിച്ചു നിൽക്കാൻ നോക്കും, പക്ഷെ കരയാതിരിക്കാൻ ശ്രമിക്കും, പക്ഷെ അങ്ങനെ പറ്റാറില്ല. വിഷമം കണ്ടു കഴിഞ്ഞാൽ സാധാരണ വിഷമാവും. പിന്നെ ഈ കുട്ടി പറയുന്നത് തീരെ സിമ്പതി തരുന്നത് ഇഷ്ടമല്ല, മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കാര്യങ്ങളിൽ കുട്ടി ഏർപ്പാടുന്ന ആ കുട്ടിക്ക് ഇഷ്ടമില്ല, ബാക്കിയുള്ളവരുടെ സിമ്പതി കുട്ടിക്ക് ഇഷ്ടമില്ല എന്ന് പറയും.
എന്റെ ക്യാരക്ടർ ശരിക്കും എങ്ങനെയാന്ന് പറയാൻ ആ കുട്ടി കറക്റ്റ് ആയിട്ട് അറിയില്ല, മനസ്സിലായിട്ടില്ല എന്നാ പറയുന്നത്. പിന്നെ പറയുന്നത് വീട്ടിലെ എല്ലാവരോടും നന്നായിട്ട് സംസാരിക്കും, പക്ഷെ പുറത്തിറങ്ങി കുട്ടിക്ക് സംസാരിക്കാൻ പറ്റില്ല. എന്തോ കുട്ടിക്ക് പറ്റുന്നില്ല പുറത്തിറങ്ങി സംസാരിക്കാൻ എന്നാ പറയുന്നത്. പിന്നെ ഹ്യൂമർ സെൻസ് തീരെ ഇല്ല എന്ന് പറഞ്ഞു. അപ്പൊ അങ്ങനെ ചോദിച്ചപ്പോ എന്ത് പറഞ്ഞാൽ ഫ്രണ്ട്സ് പലരും പറയും അത് ഈ കുട്ടിക്ക് കളിയാക്കുകയാണോ അല്ലേന്ന് അറിയില്ല, പിന്നെയാണ് മനസ്സിലാവുന്നത്. അങ്ങനെ കളിയാക്കി കഴിഞ്ഞാൽ കുട്ടിക്ക് ഭയങ്കര സങ്കടം. കോമഡി എന്ന് പറയുന്നത് ആ കുട്ടി എല്ലാം സീരിയസ് ആയിട്ട് എടുക്കുന്ന ഒരു ആളാ. അപ്പം ബാക്കിയുള്ളവരുടെ അത്ര കഴിവില്ല എന്നുള്ള ഒരു കുറ്റബോധം ഉണ്ട് എന്നൊക്കെയാണ് പറയുന്നത്. ബാക്കിയുള്ള ഫ്രണ്ട്സ് കളിയാക്കുമ്പോൾ അത് വിഷമാവുന്നു എന്നൊക്കെയാണ് പറയുന്നത്. പിന്നെ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ പുറത്തിറങ്ങി കഴിഞ്ഞാൽ തീരെ കുട്ടിക്ക് സംസാരിക്കാൻ പറ്റുന്നില്ല. തീരെ പറ്റുന്നില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ ഉള്ളിലിപ്പോ വീട്ടിലുള്ള ആൾക്കാരോടൊക്കെ എടുത്താണ്, പുറത്ത് പോയി കഴിഞ്ഞാൽ ഇതെന്താ തെറ്റ് പറ്റുമോ എന്നുള്ള പേടിയാന്നാ പറയുന്നത്. പിന്നെ ആരോടും പെട്ടെന്ന് കമ്പനി ആവില്ല. മെയിൽസിനോട് ഈവൻ എസ്പെഷ്യലി മെയിൽസിനോട്, ഈവൻ കസിൻ ബ്രദേഴ്സ് ആണെങ്കിൽ പോലും കമ്പനി കുറവാണ്. അതുപോലെ കുട്ടിക്ക് ദേഹത്ത് ആരും തൊടുന്നത് ഇഷ്ടമില്ല. ദേഹത്ത് ആരെങ്കിലും തൊട്ടാലും ഭയങ്കരമായിട്ട് ദേഷ്യം വരുമെന്നാ പറയുന്നത്. ദേഷ്യം വന്നാൽ കുട്ടി എന്താ ചെയ്യാന്ന് ചോദിച്ചപ്പോൾ ഇങ്ങനെ പൊള്ളിച്ച് സംസാരിക്കും എന്ന് പറയുന്നുണ്ട്. പിന്നെ അതേപോലെ തന്നെ തീരെ സംസാരിക്കില്ല, സംസാരിച്ചു കഴിഞ്ഞാൽ അത് എന്തെങ്കിലും പറ്റും, എന്തെങ്കിലും പ്രശ്നമാവുന്നുള്ള ഒരു പേടിയാണ്. ദേഷ്യം വന്നാൽ കൺട്രോൾ ചെയ്യും, അത് അവരുടെ മെന്റാലിറ്റി ആയതുകൊണ്ടായിരിക്കും അങ്ങനെ സംസാരിക്കുന്നതെന്ന് പറഞ്ഞിട്ട് വിടും എന്നാണ് ഞാൻ ചോദിച്ചതിൽ, ഞാൻ കേസ് ടേക്കിങ്ങിൽ ഞാൻ എടുത്തിട്ടുള്ളത്, എനിക്ക് കിട്ടിയിട്ടുള്ളത്. ഞാൻ കുറച്ച് കാര്യങ്ങളും കൂടി ചോദിച്ചുല്ലോ, അതൊന്ന് പറയൂ. മാഡം ചോദിച്ച എഴുതി വെച്ചിട്ടുള്ള എന്താന്ന് വെച്ച് കഴിഞ്ഞാല് മാഡം ചോദിച്ചപ്പോഴാണ് ഈ കുട്ടി പറയുന്നത് വീട്ടിലെ കാര്യങ്ങളൊക്കെ ചോദിച്ചപ്പോൾ വീട്ടിലെല്ലാരും കളിയാക്കുകയാണ്, ആരും മനസ്സിലാക്കുന്നില്ല എന്നാ പറയുന്നത്. എന്തുകൊണ്ട് കളിയാക്കുന്നെന്ന് അറിയില്ല, പക്ഷെ എല്ലാരും കളിയാക്കുന്നത് പക്ഷെ ഈ കുട്ടിക്ക് ഭയങ്കരമായിട്ട് ഇഫക്റ്റ് ചെയ്യുന്നെന്ന് പറയുന്നുണ്ട്. ഭയങ്കരമായിട്ട് ഒരു ഗിൽറ്റ് ഫീലാ കൊടുക്കുന്നത് എന്ന് പറയുന്നത്. അതുകൊണ്ട് പിന്നെ കുട്ടി അച്ഛൻ അമ്മ പാരന്റ്സിനെ കുറിച്ച് പറയുമ്പോൾ അച്ഛൻ തീരെ കെയർ കൊടുക്കുന്നില്ല, അവർക്ക് വേണ്ട ആവശ്യപ്പെട്ട കെയർ തീരെ കൊടുക്കുന്നില്ല. അതുകൊണ്ട് ഭയങ്കര ഒരു ഇൻസെക്യൂരിറ്റി ഫീലാ. ഈ ഇൻസെക്യൂരിറ്റി ഫീൽ തന്നെയാണ് ഫ്രണ്ട്സിന്റെ അടുത്ത് പോകുമ്പോഴുള്ളവര്. കാരണം മറ്റുള്ളവർ കളിയാക്കുമ്പോൾ ഈ കുട്ടി ഓവർ കോൺഷ്യസ് ആവാണ് ഹെൽത്തിനെ കുറിച്ച്, എന്ത് വിചാരിക്കും, ഓവർ ഗിൽറ്റി ആണുള്ളത്. അപ്പൊ പേടിയാണ് ഈ കുട്ടിക്ക്. എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ തെറ്റിപ്പോവോ, ഞാൻ ചെയ്തത് ശരിയാണോ തെറ്റാണോ, ഫിയർ ആണ് അത് ആ കുട്ടി മെയിൻ ആയിട്ട് പറയുന്നത്. കുട്ടിനെ കുറിച്ച് ഫ്രണ്ട്സിന്റെ ഇടയ്ക്കും അതൊക്കെ കൂടി എവിടുന്ന് സ്റ്റാർട്ട് ചെയ്തെന്ന് ചോദിച്ചപ്പം ആദ്യം ഇൻസെക്യൂരിറ്റി വന്നല്ലോ വീട്ടിൽ നിന്ന് തന്നെ. അവിടെ നിന്നാണ് ഈ കുട്ടിക്ക് പിന്നെ ഫ്രണ്ട്സിന്റെ അടുത്തും ഈ ഇൻസെക്യൂരിറ്റിയും പേടിയൊക്കെ വരാൻ തുടങ്ങിയത്. അതുപോലെ തന്നെ ഇൻസെക്യൂരിറ്റി ആണോ അതോ ഒരു പേടിയോ വീടിന്റെ ഉള്ളിൽ നിൽക്കാനൊക്കെ? പേടിയുണ്ട്. എനിക്കൊരു സംശയം എന്താ വെച്ചാല് അങ്ങനെയാണ് പറഞ്ഞത് പേരൻസ് എന്ന് വെച്ചാല് സംരക്ഷണമില്ല, ആരാണോ സംരക്ഷിക്കുന്നത് അവര് തന്നെ എന്നെ ബുദ്ധിമുട്ടിക്കണം. തീരെ കെയർ ഇല്ല എന്നാ പറയുന്നത്. ഇൻസെക്യൂരിറ്റി എന്നുള്ള വേർഡ് ആ കുട്ടി കറക്റ്റ് ആയിട്ട് യൂസ് ചെയ്യുന്നുണ്ടായിരുന്നു. പിന്നെയാണെങ്കിൽ കുട്ടിക്കൊരു ചേച്ചിയുണ്ട്. ചേച്ചിയാണെങ്കിലും ഈ കുട്ടിയെ ഭയങ്കര ബോഡി ഷേമിങ് ആണ്. അതും ഈ കുട്ടിക്ക് ഭയങ്കരമായിട്ട് ഇഫക്റ്റ് ആവുന്നുണ്ട്. വീട്ടിൽ നിന്ന് പിന്നെ അച്ഛനാണെങ്കിൽ ആവശ്യത്തിനൊന്നും ചെയ്യുന്നില്ല, അച്ഛന്റെ കാര്യങ്ങളൊന്നും അച്ഛൻ ചെയ്യുന്നില്ല എന്നാ പറയുന്നത്. പിന്നെ അമ്മയുടെ സൈഡ് ചോദിച്ചപ്പോൾ ആണ് പറയുന്നത് ആ കുട്ടി ഉള്ളിൽ ഓക്കെയാണ്, വീടിന്റെ ഉള്ളിൽ ഓക്കെയാണ്, ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്യും, കാര്യങ്ങളൊക്കെ ചെയ്യും. പക്ഷെ പുറത്ത് പോകുമ്പോൾ ഈ കുട്ടിക്ക് തീരെ സംസാരിക്കാൻ പറ്റുന്നില്ല, ഒരു ഗ്രൂപ്പ് തൊട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. എന്തോ ആ കുട്ടി സംസാരിച്ചാൽ പറഞ്ഞാൽ തെറ്റായി പോകുന്നുള്ള ഒരു ഫീലിലാണ് ആ കുട്ടി എക്സ്ട്രീമായിട്ട് ആ ഒരു തോട്ട് ആ കുട്ടിക്ക് വരുന്നത്. അങ്ങനെയാണ് മാഡം കുറിച്ച് എഴുതി വെച്ചിട്ടുള്ള കാര്യങ്ങൾ. ഇനി നമ്മള് ഇപ്പൊ ഇതിൽ ആർക്കെങ്കിലും മെഡിസിനെ കുറിച്ച് ഐഡിയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു തോട്ട് പ്രോസസ്സ് ഷെയർ ചെയ്യാനുണ്ടെങ്കിൽ ഒന്ന് ഷെയർ ചെയ്യൂ. ഒരു 2 മിനിറ്റ് മനസ്സിൽ എഴുതിയെടുത്താലേ അറിയണ്ടാവുള്ളൂ അല്ലെ. ഇത് ശരിക്കും നമുക്ക് സമയം കിട്ടിയില്ല സ്ലൈഡ് ആക്കാൻ വേണ്ടിയിട്ടേ. ആർക്കെങ്കിലും എന്തെങ്കിലും പറയാനുണ്ടോ, ഏത് മെഡിസിൻ ആവാം എന്നുള്ളതോ അല്ലെങ്കിൽ ഏതെങ്കിലും റൂബ്രിക് എടുക്കണം എന്നുള്ളതോ അങ്ങനെ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് ഷെയർ ചെയ്യൂ. മനുഷ്യ ഡോക്ടറെ, ക്ഷമ ഡോക്ടറെ അവരൊക്കെ ഇല്ലേ? നിഷയ്ക്കൊക്കെ നന്നായിട്ട് അറിയാലോ മിനറൽ മെഡിസിൻസ് ഒക്കെ. മിനറലാവണമെന്നൊന്നും കേട്ടോ, ഏതെങ്കിലും എനിക്ക് നേട്രമ്യൂറായിട്ടാണ് തോന്നിയത്. ഓക്കെ, നാട്രിമ്യൂർ. കാലി കാർബായിട്ടൊക്കെ തോന്നുന്നു, കാലി ഗ്രൂപ്പാണെന്ന് തോന്നുന്നു. കാർബോ ഒരു
കാർബണും കൂടെ ചേർന്നിട്ട് കാലി കാർബായിരിക്കുമെന്ന് എനിക്ക് ഓക്കെ. നാട്രിയം വരാൻ എന്താ കാരണം കൃഷ്ണമ്മ ഡോക്ടറെ? നാട്രിയം ലൈൻ ആണെന്ന് തോന്നിയിട്ടാണോ? കേൾക്കുന്നില്ല. മനുഷ്യ ഡോക്ടറെ ഒന്ന് കാർബൺ പറഞ്ഞോളൂ. കൃഷ്ണ ഡോക്ടർ പറയൂ. ലൈനായിട്ടാ തോന്നിയത്. ഓക്കെ ഓക്കെ ഓക്കെ. നാട്രിയം ലൈൻ ആയിട്ടാണ് തോന്നിയത്. കൃഷ്ണ ഡോക്ടറെ അല്ല മനുഷ്യ ഡോക്ടറെ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുമോ കാലി കാർബ് എന്തുകൊണ്ടാ തോന്നിയെന്നുള്ളത്? ഹൗ ഇസ് ദി ലുക്ക് ഓഫ് ദി പേഷ്യന്റോ? ലുക്ക് വളരെ ഷൈ ആയിട്ടുള്ള ഒരു കുട്ടി, അധികം കമ്മ്യൂണിക്കേറ്റ് ചെയ്യില്ല, ഇൻട്രോവേർട്ടഡ് ആയിട്ടുള്ള ഒരു കുട്ടി. Appearance, ma'am. How is the appearance of the patient? I mean, thin ആണോ, stout ആണോ, fat ആണോ അങ്ങനെ? ഒബീസ് ആണ്. I feel like calcarea carb, ma'am. Feel insecurity feeling, അതും പിന്നെ fat look, emotional problems leading to the physical, എല്ലാം calcarea cover ചെയ്യുന്നുണ്ട്. So I think of calcarea carb. ഓക്കെ. അപ്പോ നാട്രിമ്യൂറായി, കാലി കാർബായി, കാൽക്കേരിയ കാർബായി. ഇനി ഏതെങ്കിലും മെഡിസിൻസ് വരുന്നുണ്ടോ? ആ ചേച്ചി, എനിക്ക് തേർഡ് ലൈനായിട്ടാ പെട്ടെന്ന് തോന്നിയത്. തേർഡ് ലൈൻ എന്ന് പറയുമ്പോൾ തേർഡ് കോളം തേർഡ് റോ ആയിട്ട് തോന്നി. നാട്രിയം ലൈൻ അല്ലേ? ഇമേജ്, നറിഷ്മെന്റ്. ഓക്കെ, മനസ്സിലായി. അപ്പൊ നമുക്കൊരു ലോട്ട്സ് ഓഫ് ഇൻഫോർമേഷൻസ് ഉണ്ട്. ഒരുപാട് ഇതൊക്കെ സ്കാറ്റേർഡ് അല്ലേ ഈ ഒരു ഇൻഫർമേഷൻ ഒക്കെ. അപ്പൊ നമുക്ക് തന്നെ ഒന്ന് സിസ്റ്റമാറ്റിക് ആയിട്ട് നമ്മൾ എന്ത് ചെയ്യണം എന്ന് നോക്കാം. നസീമ വൈറ്റ് ബോർഡ് ഓൺ ആക്കൂ. വേണ്ട, വേർഡ് എടുത്തിട്ട് മൈക്രോസോഫ്റ്റ് വേർഡ് എടുത്തിട്ട് അത് ഷെയർ ചെയ്താൽ മതി. പറ്റുന്നില്ല, എനിക്കും പറ്റണ്ടായിരുന്നില്ല. ഇതെടുക്കൂ മൈക്രോസോഫ്റ്റ് വേർഡ്. എന്നാ ഞാൻ എടുക്കാം. അത് പോയി ടൈപ്പ് ചെയ്യാൻ പറ്റണ്ടേ? എന്നുവെച്ചാൽ ഇങ്ങനെ ഒരു കേസ് വന്നു, നമുക്കിങ്ങനെ റെപ്പോർട്ടറൈസേഷൻ ചാർട്ട് ഒന്ന് ഇടൂ. ലത ഡോക്ടർ, അർജന്റം നൈട്രിക്കം അല്ലേ? ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുമോ എന്തുകൊണ്ടാണ് അർജന്റം നൈട്രിക്കം പറഞ്ഞതെന്ന്? കേൾക്കുന്നില്ല കേട്ടോ. അല്ല, എന്താവുന്നില്ല, കാണുന്നില്ല കുട്ടിയെ. കുറച്ചുകൂടി ഭയങ്കര സൈസ് കുറവായിട്ടാണ്. യെസ്, ഒരു 5 മെഡിസിൻ കണ്ടാൽ മതി. ഓക്കെ. കുപ്രം വരുന്നുണ്ട്, ആർസാൽബ് വരുന്നുണ്ട്, കാൽക്കേരിയ വരുന്നുണ്ട്, കാലി കാർബ് വരുന്നുണ്ട്, ഫോസ്ഫറസ്, സൈലീഷ്യ, സൾഫർ. ഇത്രയും മെഡിസിൻസ് ആണ് നമ്മൾ വരണേ. ഇത്രയും കുറച്ചുകൂടി ഇങ്ങോട്ട് നീക്കൂ. കുപ്രം, ആർസ്, കാൽക്കേരിയ, കാലി കാർബ്, ഫോസ്ഫറസ്, സൈലീഷ്യ, സൾഫർ, കോസ്റ്റിക്കം. ഇത്രയാണ് എല്ലാം കവർ ചെയ്യണത്. ഒരു ഓൾമോസ്റ്റ് കവർ ചെയ്യണത് ഒരു കുപ്രം, ആർസും, കാൽക്കേരിയ, കാലി കാർബ്, ഫോസ്ഫറസ്, സൈലീഷ്യ എന്ന് വെച്ചാൽ തേർഡ് റോം വരുന്നുണ്ട്, ഫോർത്ത് റോം വരുന്നുണ്ട്. ഇതിൽ മിനറൽ മാത്രമേ വരുന്നുള്ളൂ. ഇനി വൈറ്റ് ബോർഡ് ഓൺ ആക്കൂ. ഇനിയിപ്പോ ഇതിന്ന് എങ്ങനെയാ നമ്മളൊരു വളരെ കോൺഫിഡന്റ് ആയിട്ട് ഒരു മെഡിസിൻ കൊടുക്കുക? നമുക്ക് നോക്കാം. ഇത് ഓൺ ചെയ്താൽ മതി. ബേർഡ് ഓൺ ചെയ്യൂ. മൈക്രോസോഫ്റ്റ് ബേർഡ് ഓൺ ചെയ്യൂ. നേട്രം ബയോഡേറ്റം നിഷ അല്ലേ? ഓക്കെ. എനിക്ക് ലെപ്രസ് മയാസം പെട്ടെന്ന് തോന്നിയപ്പോ വളരെ നന്നായിട്ടുണ്ട്. കുറെ കാര്യങ്ങൾ കുറെ പേര് പറഞ്ഞത് ശരിയാണ്. ഒരൊറ്റ മിനിറ്റ് മാം. ഓക്കെ. മൈത്രേക്കൊന്നും പറയല്ലേ?
ഡോക്ടറിന്റെ റെപ്പർട്ടൈസേഷൻ ചാർട്ടാ കാണിച്ചതും. അതെ, അത് റാപ്പിഡൈസേഷൻ ചാർട്ടൊക്കെ ഞാൻ കണ്ടു. അതിൽ കുറെ മെഡിസിൻ ഇല്ലേ? അതിൽ ഏത് മെഡിസിനാ കൊടുക്കണ്ടേ? ആ മെഡിസിനില് ഏതാ കൊടുക്കണ്ടേ? ആ മെഡിസിനിൽ വരില്ല. വരില്ലേ? പിന്നെന്താ നമ്മൾ റാപ്പിഡൈസ് ചെയ്ത് ഉം, വെറുതെ സമയം കളഞ്ഞില്ലേ? എനിക്ക് തോന്നി. മാം എനിക്ക് ഷെയർ ചെയ്യാൻ പറ്റുന്നില്ല. എനിക്ക് ഓപ്ഷൻ തരൂ. ആ. ഷെയർ സ്ക്രീൻ. ഓക്കെ, അപ്പൊ നമുക്ക് ഇതിനെ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമുക്കൊന്നൊരു സിസ്റ്റമാറ്റിക് ആയിട്ട് എന്ത് ചെയ്യണം എന്ന് നോക്കാം. അപ്പൊ ഫസ്റ്റ് നമുക്ക് എന്തായിരുന്നു അസുഖത്തിന്റെ പേര്? നെയിം എന്തായിരുന്നു? എപ്പിലെപ്സി. എപ്പിലെപ്സി. ദെൻ അതിന്റെ നെക്സ്റ്റ് നെയിം ഫാക്ട് എന്ന് പറയുന്നത് അതിന്റെ അഗ്രവേഷൻ അബ്ലേഷൻ. എന്തൊക്കെയായിരുന്നു അഗ്രവേഷൻ അബ്ലേഷൻ? നസീമ പറയൂ. ഒരു മിനിറ്റ് മാം. ഈ കുട്ടിക്ക് ഫുഡാ മെയിൻലി ഓയിലി ഫുഡ്, അതുപോലെ തന്നെ ബീഫ് ലിവർ അങ്ങനത്തെ ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ പ്രശ്നമാണ്. പിന്നെ ഓയിലി ഫുഡ് അഗ്രവേഷൻ ആണ്. പിന്നെ കട്ടിയുള്ള ഫുഡ് ലൈക്ക് ബീഫ് ഒക്കെ കഴിച്ചു കഴിഞ്ഞാൽ പ്രശ്നം, വയറിന് കംപ്ലൈന്റ് ആവും, ഫാറ്റ് എന്നിട്ട് ഫുഡ്. കൺവെൻഷൻ വരും. പിന്നെ മെൻസസ്, ബിഫോർ മെൻസസ് അല്ലേ? ഓക്കെ. ഇനി നൈറ്റ് അഗ്രവേഷൻ ഇല്ലേ? നൈറ്റ് അഗ്രവേഷൻ ഉറക്കല്ലേ? സ്ലീപ്പ് അഗ്രവേഷൻ. സ്ലീപ്പ് അഗ്രവേഷൻ. ഓക്കെ, അപ്പൊ നെയിമായി ഫാക്റ്റായി. ഇനി നമ്മുടെ മൂന്നാമത്തത് ഇമോഷൻ എന്താണ് കുട്ടിയുടെ? നെയിം എപ്പിലെപ്സിയുടെ കാരണം പറയുന്നുണ്ടോ? എന്തുകൊണ്ടാന്നുള്ളത്? ഡയഗ്നോസിസ് എന്തായിരുന്നു? എപ്പിലെപ്സി ഒരു സിംറ്റം അല്ലേ? മാം അവർക്ക് ടോണിക് സ്പാസം, അവരുടെ റിപ്പോർട്ട്സ് ഒക്കെ വെച്ചിട്ട് നോക്കുമ്പോൾ ടോണിക് സ്പാസം ഉണ്ടെന്ന്. ഞാൻ പറയുള്ളൂ, വേറൊരു പത്തോളജിയും ഇല്ലാന്നല്ലേ? ഈ ഇമോഷൻസ് എന്തൊക്കെയായിരുന്നു? ഫിയർ ഓഫ് ഫോളിംഗ് ഉണ്ട്, പിന്നെ ഗ്രീഫ് ഉണ്ട്, പിന്നെ ഇമോഷൻ ലെവൽ. ഫോളിംഗ് തന്നെയാ പറയുന്നത്. മെയിനായിട്ട് പേടിയെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് വീണു പോകുന്നുള്ള പേടിയാ. പിന്നെ അതുപോലെ ക്രോസ് ചെയ്യുമ്പോഴും റോഡ് ക്രോസ് ചെയ്യും, ഇങ്ങനെ കുന്നുമല കയറുമ്പോഴുള്ള പേടിയാ പറയുന്നത്. പിന്നെ ബാക്കിയുള്ളവരുടെ മുന്നിൽ സംസാരിക്കാൻ അങ്ങനെയൊക്കെ ഒരു കാര്യം പറയുന്നുണ്ടായിരുന്നു. ഗ്രീഫ് അല്ലല്ലോ ഉള്ളത്, ഗിൽറ്റ് അല്ലേ? അത് ഓക്കെ. ദെൻ ഉള്ളത് ഡെല്യൂഷൻ ലെവലിൽ എന്താണ് അവർ പറയണത്? someone is observing. ആരോ എന്നെ ഇതാവണോ, അതുകൊണ്ട് ഷൈനസ് അല്ലേ പറഞ്ഞ? ആൾക്കാർ എന്നെ ശ്രദ്ധിക്കുന്നു, ആൾക്കാരെ എന്നെ കുറിച്ച് കുറ്റം പറയണോ, അങ്ങനല്ലേ പറഞ്ഞ? ഫ്രണ്ട്സൊക്കെ പറയുന്നത് ഡെല്യൂഷൻ ഓഫ് ബീയിങ് ക്രിട്ടിസൈസ്ഡ്. ഇതല്ലാതെ എന്തെങ്കിലും ഡെല്യൂഷൻസ് ഉണ്ടോ നോക്കൂ, കേസ് റെക്കോർഡ് നോക്കി നോക്കൂ. വേണമെങ്കിൽ കേസ് റെക്കോർഡ് അങ്ങനെ തന്നെ ഒന്ന് ഒരു കുറച്ചു നേരം ഷെയർ ചെയ്ത് കഴിഞ്ഞാൽ എല്ലാവർക്കും ഒന്ന് കാണാൻ പറ്റും അത്. ഞാൻ എഴുതിയതാ മാം, എനിക്ക് മാത്രം. ഓക്കെ. എന്തെങ്കിലും ഡെല്യൂഷൻ ഉണ്ടെങ്കിൽ പറയൂ. ദെൻ സെൻസേഷൻ എന്തായിരുന്നു? പേഷ്യന്റിന്റെ ഫാമിലി മെമ്പേഴ്സ് എന്താണ്? മെമ്പേഴ്സ് ആർ നോട്ട് കെയറിങ്. എൻ്റെ അടുത്ത് പറഞ്ഞ വാചകം എന്താന്ന് വെച്ചാൽ ദേ ആർ ലൈക്ക് എനിമീസ്. എനിമീസിന്റെ എൻ്റെ അടുത്ത് പറഞ്ഞതാണ്. എന്നുവെച്ചാൽ ഞാൻ പ്രിലിമിനറി കേസ് ടേക്കിംഗ് കഴിഞ്ഞിട്ട് ഞാൻ ചോദിച്ചപ്പോൾ അവർ പറഞ്ഞത് എന്താ വെച്ചാൽ
അച്ഛൻ ശരിക്കും ഞങ്ങളൊരു ശത്രു പോലെ കാണുന്നുണ്ട്. അതുപോലെ ഒരു ചേച്ചിയുണ്ട്. ചേച്ചി എപ്പോഴും ഈ കുട്ടീനെ ഇങ്ങനെ മോക്ക് ചെയ്യും, എപ്പോഴും കുറ്റപ്പെടുത്തും. അപ്പൊ ഈ കുട്ടിക്ക് അപ്പൊ ഞാൻ ചോദിച്ചത് എന്താണ് അതിൽ അവർക്ക് എന്താണ് അവർക്ക് ഫീൽ ചെയ്തതെന്ന് ചോദിച്ചത് എന്താ വെച്ചാല്, നമ്മുടെ ഫാമിലിയുടെ ഉള്ളിലല്ലേ നമുക്കൊരു കെയറും കാര്യങ്ങളൊക്കെ കിട്ടേണ്ടത്. പക്ഷെ എൻ്റെ കേസിൽ എൻ്റെ ഫാദറും അതുപോലെ സിസ്റ്ററും ഒക്കെ എന്നെ തന്നെ കളിയാക്കുക, അതുപോലെ എന്നെ തന്നെ ക്രിട്ടിസൈസ് ചെയ്യുക. എനിക്കൊരു സെക്യൂരിറ്റി ഇല്ല. എനിക്ക് ശരിക്കും ഒരു എന്താ പറയാ, എന്നെ തന്നെ ഒരു അറ്റാക്കിംഗ് ഫീലിംഗ് ആണ് തോന്നുന്നത് എന്നാ പറഞ്ഞത്. അപ്പൊ ഇതാണ് ഇങ്ങനെ വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട് നമുക്ക് റെപ്പർട്ടറൈസേഷൻ ചാർട്ടില് റൂബ്രിക് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് അറിയാൻ പറ്റും കൃത്യമാണോ നമ്മൾ കേസസ് പോണത് എന്നുള്ളത്. അപ്പൊ നമ്മൾ ചിന്തിക്കുന്നത് വെച്ചാൽ നമുക്ക് നെയ്യും ഈ കൺവേർഷനായിട്ട് മെഡിസിൻ കൊടുക്കണോ, ഫാക്ട് അഗ്രവേഷൻ അമിലറേഷനും കൂടിയിട്ട് റെപ്പർട്ടറൈസ് ചെയ്ത് മെഡിസിൻ കൊടുക്കണോ, അതോ ഇമോഷണൽ ലെവലില് എന്നുവെച്ചാൽ ഈ ഒരു സംഭവത്തിന് കൂടുതൽ വെയിറ്റേജ് കൊടുത്തിട്ട് റെപ്പർട്ടറൈസ് ചെയ്യണോ, ദെൻ ഡെല്യൂഷൻ ലെവല്. കുട്ടിയുടെ ഡെല്യൂഷൻസ് ആണല്ലോ, എല്ലാവരും ഒബ്സർവ് ചെയ്യണു, എല്ലാവരും എന്നെ ക്രിട്ടിസൈസ് ചെയ്യണു, ഇങ്ങനെ ഈ ലെവലിൽ നമുക്ക് മെഡിസിൻ കൊടുക്കണോ. ദെൻ സെൻസേഷൻ എന്ന് പറഞ്ഞാല് ഫാമിലി മെമ്പേഴ്സ്, ഫാമിലിയുടെ ഉള്ളിൽ പോലും ഞാൻ സേഫ് അല്ല, അല്ലെങ്കിൽ എനിക്ക് കെയർ കിട്ടുന്നില്ല, ഇങ്ങനെ ഇത്രയും ലെവലാണ്. ഇതാണ് ശരിക്കും ഫുൾ ആ ഒരു കേസിൽ ഇത്രയേ ആ കുട്ടി പറഞ്ഞിട്ടുള്ളൂ. ബാക്കിയെല്ലാം വേറെ കഥകൾ മാത്രമാണ്. അപ്പൊ ദെൻ ഞാൻ എന്താ ചിന്തിച്ചതെന്ന് വെച്ചാല് ഇത്രയും കാര്യങ്ങൾ മാത്രമേ എൻ്റെ മുന്നിലുള്ളൂ. പിന്നെ നമ്മൾ ഒന്നുകൂടി കേസ് റെക്കോർഡ് ഒന്ന് ഷെയർ ചെയ്യൂ. സാറില്ല, ഷെയർ ചെയ്തോളൂ. ഞാൻ ഷെയറിങ് നിർത്താം. നസീമയ്ക്ക് മലയാളം എഴുതാൻ ഇത്തിരി ബുദ്ധിമുട്ടാണ്. അപ്പൊ കുറച്ച് സ്പെല്ലിംഗ് മിസ്റ്റേക്ക് അതില് അവര് പറയുന്നില്ലേ എന്ന് വെച്ചാൽ വളരെ ഫിലോസഫിക്കലായിട്ട് ഞാൻ വർത്താനം പറയാ, ഒരു ഇമോഷനും ഇല്ലാതെയാണ് ഞാൻ വർത്താനം പറയാ, എല്ലാവരും ഇങ്ങനെ ചോദിക്കുന്ന ആ ഒരു ഭാഗം ഒന്നിടൂ. സോ നമ്മുടെ ഒരു ട്രഡീഷണൽ വേ എന്ന് വെച്ചാൽ റെപ്പർട്ടറൈസേഷൻ പാർട്ട് ഇതിന്നാണ് ഞാൻ റെപ്പർട്ടറൈസേഷൻ സ്റ്റാർട്ട് ചെയ്യുള്ളൂ. ഇതില് ഉള്ള കാര്യങ്ങളാണ് റെപ്പർട്ടറി അല്ലെങ്കിൽ റൂബ്രിക് ആക്കി മാറ്റിയിട്ട് ഇതിന്ന് റെപ്പർട്ടറൈസേഷൻ ചാർട്ട് സ്റ്റാർട്ട് ചെയ്യും. അപ്പൊ അതിലാണ് നമ്മൾ കുപ്രവും ആൾസും അതുപോലെ കാലിയൊക്കെ കണ്ടത്. അപ്പൊ ഇത്രയും മെഡിസിൻസ് ഉണ്ട്. അപ്പൊ നമുക്ക് എങ്ങനെയാണ് ഒരു സിംഗിൾ മെഡിസിൻ അല്ലെങ്കിൽ എക്സാക്ട് ഒരു സെയിം സിമിലിമം എത്താൻ പറ്റുക? അതിനുള്ള ഒരു എന്താ പറയാ, അതിനെ ഒന്നുകൂടി കൃത്യതയോടുകൂടി ചെയ്യാൻ വേണ്ടിയിട്ട് നെക്സ്റ്റ് മെത്തേഡിലേക്ക് നമ്മൾ പോകണം. എന്ന് വെച്ചാൽ ഈ പേഷ്യന്റ് ഏത് കിങ്ഡത്തിലാണെന്ന് നോക്കുക. കിങ്ഡം മിനറൽ കിങ്ഡം ഉണ്ട്, പ്ലാൻ കിങ്ഡം ഉണ്ട്, അനിമൽ കിങ്ഡം ഉണ്ട്. അപ്പൊ മിനറൽ കിങ്ഡത്തിലെ ആൾക്കാർക്ക് അധികം ഇമോഷൻസ് കുറവായിരിക്കും. എന്ന് വെച്ചാൽ മിനറൽ കിങ്ഡം എന്ന് പറയുന്നത് ഓൺലി ഈ കൺസ്ട്രക്ഷൻ, എന്തിനാ മിനറൽസ് ഒക്കെ കൂടുതൽ കൺസ്ട്രക്ഷൻ അല്ലെങ്കിൽ ഒരു ഡിസ്ട്രക്ഷൻ, ഈ ഒരു ലെവലിൽ മാത്രം ഒന്നല്ലെങ്കിൽ അത് ബിൽഡ് ചെയ്യുക, അല്ലെങ്കിൽ അത് ആ ഒരു ബോണ്ടിങ് നശിക്കുക. എന്ന് വെച്ചാൽ കെമിക്കൽ ബോണ്ടിങ് അങ്ങനെയല്ലേ, അതിന്റെ ഒരു വളരെ സ്ട്രക്ചേർഡ് ആയിട്ട് വളരെ കൃത്യതയോട് കൂടിയിട്ട് ഫോം ചെയ്യണതല്ലേ ഒരു കെമിക്കൽ കോമ്പോസിഷൻ, അങ്ങനത്തെ ഉള്ള ഒരു പ്രൊഡക്റ്റുകൾ മൊത്തം. അപ്പൊ സെയിം സംഭവമാണ് മിനറൽ കിങ്ഡത്തിൽ പറയാം, ഒന്നില്ലെങ്കിൽ കൺസ്ട്രക്ഷൻ അല്ലെങ്കിൽ ഡിസ്ട്രക്ഷൻ. അപ്പോൾ അങ്ങനെയുള്ള ഒരു ലെവലിൽ മിനറൽ കിങ്ഡത്തിൽ ഉള്ള പേഷ്യൻസിന് ഒരുപാട് ഇമോഷൻസ് അല്ലെങ്കിൽ ഒരുപാട് സെൻസിറ്റിവിറ്റി ഒന്നും ഉണ്ടാവില്ല. അപ്പോൾ ഈ പേഷ്യന്റെ പ്രസന്റേഷൻ തന്നെ യാതൊരു ഇമോഷനും ഇല്ല. ആ കുട്ടി വളരെ കാലങ്ങളായിട്ട് ഒരുപാട് ബുദ്ധിമുട്ടുള്ള അസുഖങ്ങൾ, കൺവൽഷൻ ഉണ്ട്, വേറെ എന്തോ അലർജി പ്രോബ്ലം ഒക്കെ ഉണ്ട് കേട്ടോ എൻ്റെ കൂടെ. അതൊക്കെ ഉണ്ടായാലും ഈ കുട്ടി വളരെ സ്ട്രെയിറ്റ് ഫോർവേഡ് ആയിരുന്നിട്ട് യാതൊരു ഇമോഷനും ഇല്ലാതെ പറഞ്ഞുകൊണ്ടിരിക്കുക. സോ എനിക്കത് ഉറപ്പായിരുന്നു ഈ കുട്ടി മിനറൽ കിങ്ഡത്തിൽ നിന്നാണെന്നുള്ളത്. ഇപ്പൊ മിനറൽ കിങ്ഡത്തിന് കുറച്ചുകൂടി കാര്യങ്ങൾ നമ്മൾ ചോദിക്കാം, മിനറൽ കിങ്ഡം ആണോ എന്ന് അറിയാൻ വേണ്ടിയിട്ട്. ഈ കുട്ടിയുടെ ഈ ഒരു ഡിസീസ് വരുമ്പോഴുള്ള പ്രസന്റേഷൻസും അതുപോലെ വീട്ടിലൊരു കാര്യം ഉണ്ടാവേണ്ട പ്രസന്റേഷൻസും ഒക്കെ. അപ്പൊ നമ്മൾ ഈ ഒരു ലെവലിൽ എല്ലാറ്റിലും വീണ്ടും ക്വസ്റ്റ്യൻ ചെയ്തു, ഓരോ സിറ്റുവേഷനിലും ഈ കുട്ടി എങ്ങനെയാണ് പ്രസന്റ് ചെയ്യണതെന്ന്. യാതൊരു ഇമോഷൻസും കാര്യമായിട്ട് ഈ കുട്ടി പ്രകടിപ്പിക്കില്ല. ആകെ പ്രകടിപ്പിക്കുക എന്താ, എന്നെ ക്രിട്ടിസൈസ് ചെയ്യണു, അല്ലെങ്കിൽ എന്നെ നോക്കണു അവര്, എന്തുകൊണ്ട് ഇവരിങ്ങനെ ചെയ്യണു, ഇങ്ങനെ ഒരു ഫിലോസഫിക്കൽ ഒരു ആറ്റിറ്റ്യൂഡിൽ മാത്രമേ ഈ കുട്ടി കൂടുതലായിട്ട് കാര്യങ്ങൾ പറയുന്നുള്ളൂ. അപ്പൊ നമുക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടിയത് എന്താന്ന് വെച്ചാല് കാലി ഗ്രൂപ്പാന്നുള്ളത്. ഇതിൽ കാലി ഗ്രൂപ്പ് നാട്രം ഗ്രൂപ്പ്, കൃഷ്ണ ഡോക്ടർ നാട്രം മ്യൂറ് പറഞ്ഞത് നാട്രം ഗ്രൂപ്പ് ആണെങ്കിൽ ഈ കുട്ടി ഈ അസുഖം വെച്ചിട്ട് ഒരിക്കലും പഠിക്കാൻ പോവില്ല. എന്നിട്ടൊരു ഹയർ സ്റ്റഡീസിനാണ് ഈ കുട്ടി പഠിക്കുന്നത്.
എന്താന്ന് എനിക്ക് ഓർമ്മയില്ല. നസീം എന്തായിരുന്നു ഈ കുട്ടി പഠിച്ചിരുന്നത്? മാം PG ചെയ്യുക. PG ഇപ്പൊ ഫസ്റ്റ് ഇയറാ ചെയ്യുന്നത്. എന്ന് വെച്ചാൽ ഈ കുട്ടിയുടെ ഒരു കൺസെപ്റ്റ് എന്താന്ന് വെച്ചാല് ഈ കുട്ടിക്കുള്ള ബ്രെഡ് ആൻഡ് ബട്ടർ ഈ കുട്ടി തന്നെ ഉണ്ടാക്കണം എന്ന് വെച്ചാൽ വേറൊരാളെ ആശ്രയിച്ചിട്ട് ഒരിക്കലും ജീവിതം കൊണ്ടുപോകാൻ പറ്റില്ല. അപ്പൊ അവൾക്ക് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിരുന്നു എഡ്യൂക്കേഷനും അതുപോലെ ജോലിയും. അപ്പൊ ഞാൻ ചോദിച്ചു, ഇത്രയും അസുഖങ്ങളൊക്കെ വന്നിട്ട് ഹോസ്പിറ്റലൊക്കെ പോയി നിൽക്കുമ്പോൾ ബുദ്ധിമുട്ടല്ലേ ചോദിച്ചു. അപ്പൊ ആ കുട്ടി പറഞ്ഞത് എന്താ വെച്ചാൽ ഒരിക്കലും ഇല്ല, എനിക്ക് സ്വന്തമായിട്ട് ജോലി വേണം, എന്നിട്ട് വേണം ഇവരോടൊക്കെ രണ്ട് വർത്താനം പറയാന്ന്. എന്ന് വെച്ചാല് അച്ഛനോടും സിസ്റ്ററോടൊക്കെ ഞാൻ സ്വയം ഒന്ന് ഡെവലപ്പ് ചെയ്യണം. പക്ഷേ എനിക്കുള്ള പ്രശ്നം എന്താന്ന് വെച്ചാല് ഒരു പുറമേന്ന് ഔട്ട്സൈഡ് ഒരു ഹെൽപ്പ് വേണം എല്ലാറ്റിനും. എനിക്ക് ഒറ്റയ്ക്ക് ഈ തീരുമാനങ്ങളൊക്കെ ഇങ്ങനെ പറയുന്നുണ്ടെങ്കിലും ആരെങ്കിലും എന്നോടത്ത് കൂടുതൽ സ്ട്രോങ് ആയിട്ട് നിന്നാൽ മാത്രമേ എനിക്കിത് പ്രൊസീഡ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ എനിക്കത് ശരിക്കും അത് കാൽക്കേരിയ ലൈൻ തേർഡ് റോന്നും പോയിട്ട് ഫോർത്ത് റോയിലേക്ക് കുട്ടി എത്തിയെന്ന് മനസ്സിലായി. ഇതിപ്പം മിനറൽ കിങ്ഡം അറിയാത്തൊരു അതാണെങ്കിൽ നമ്മൾ മിനറൽ കിങ്ഡം ഒരു 6 റോ ഉണ്ട്, 18 കോളം ആയിട്ട് നമ്മൾ പീരിയോഡിക് ടേബിളിനെ തിരിച്ചിട്ട് അതിന്റെ ഒന്ന് ഷെയർ ചെയ്താൽ നല്ലതായിരിക്കും, അറിഞ്ഞൂടാത്തവരുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കാണിച്ചാല്. കുറച്ച് പേരുണ്ട് തോന്നുന്നു അല്ലെ. അപ്പൊ ഇത് പോട്ടോ, ഇത് ഇതാണ് പീരിയോഡിക് ടേബിള്. പീരിയോഡിക് ടേബിളില് 7 റോ ഉണ്ട്. 7 ലാന്തനൈഡ് ആക്ടിനൈഡ് എന്നാ പറയാ. അതല്ലാതെ കോമൺ വരുന്നത് ഈ 6 റോ. ഫസ്റ്റ് റോ ഹൈഡ്രജൻ ഹീലിയം വരും. സെക്കൻഡ് റോ ലിഥിയം ബെർലിയം ബോറോൺ കാർബൺ നൈട്രജൻ ഓക്സിജൻ ഫ്ലൂറിൻ നിയോൺ. തേർഡ് റോ നാട്രം മഗ്നീഷ്യം അലുമിന സൈലീഷ്യ ഫോസ്ഫറസ് സൾഫർ ക്ലോറിൻ ആർഗോൺ. ഫോർത്ത് റോയിലാണ് പൊട്ടാസ്യം കാൽസ്യം സ്കാൻഡിയം ടൈറ്റാനിയം വനേഡിയം ക്രോമിയം മെങ്കാനം ഫെറം കൊബാൾട്ട് നിക്കം കുപ്രം സിങ്കം. നമ്മൾ കൊടുക്കുന്ന ഓൾമോസ്റ്റ് എല്ലാം ഈ ഒരു ഫോർത്ത് റോ ഒരുപാട് പോളിക്രിസ്റ്റൽ ഉള്ള ഒരു റോ ആണത്. ദെൻ ഫിഫ്ത്ത് റോയിൽ നമ്മൾ കൂടുതലായിട്ട് കൊടുക്കുന്നത് അർജന്റം നാറ്റിക്കം പല്ലേഡിയം അതുപോലെ സ്ട്രോൺഷ്യം കാർബ് അയഡം സ്ട്രോൺഷ്യം കാർബ് സോൾട്ട് അല്ലേ, അയഡം ദെൻ കാഡ്മിയം പല്ലേഡിയം ഒക്കെ ഇതിൽ വരും. റോ 6 വരുന്നത് ബറൈറ്റ കാർബ് മറ്റേ ഓറം പിന്നെ മെർക്കുറി ഇത് എന്തായിരുന്നു പ്ലംബം. അപ്പൊ ഇവിടെ കണ്ടത് ഏതാ, ഇത് പല്ലേഡിയം. അപ്പൊ ബിസ്മത്ത് ഇത്രയും കാര്യങ്ങളൊക്കെ ഇതിലാ വരിക. അപ്പൊ ഇതിന്ന് നമുക്ക് ഇത്രയും മെഡിസിനെ കൃത്യമായിട്ട് നമുക്കൊന്ന് മാപ്പ് ചെയ്യാൻ പറ്റും ഇതിന്റെ കൺസെപ്റ്റ് അറിയുകയാണെങ്കിൽ. അപ്പോൾ നേട്രം ലൈനുള്ള ഒരു പേഷ്യന്റ് എപ്പോഴും ഫാമിലിയുടെ ഉള്ളില് വീടിന്റെ ഉള്ളില് വളരെ സേഫ് ആയിട്ട് ജീവിതം കൊണ്ടുപോയുള്ളൂ. ഒരു ഫോർത്ത് റോ ആയിട്ടുള്ള ഒരു പേഷ്യന്റ് മാത്രമാണ് സ്വന്തമായിട്ട് ജോലി വേണം, സ്വന്തമായിട്ട് വരുമാനം വേണം, സ്വന്തമായിട്ട് ജീവിക്കണം എന്നുള്ള ഒരു കൺസെപ്റ്റിൽ ജീവിക്കുക. സോ ഈ പേഷ്യന്റെ പ്രസന്റേഷൻ ഫോർത്ത് റോ ആണെന്നുള്ളത് ഉറപ്പാണ്. കാരണം അല്ലെങ്കിൽ ഇത്രയും അസുഖം വെച്ചിട്ട് ആ കുട്ടി ഒരിക്കലും ഇതിന് പോവില്ല. ഇനിയിപ്പോൾ നമ്മൾ ഫോർത്ത് റോ ആണ് നമുക്ക് മനസ്സിലായി. അപ്പൊ നമ്മൾ റെപ്പർട്ടറൈസേഷൻ ചാർട്ട് നോക്കിയപ്പോൾ നമ്മുടെ തിങ്കിങ് പ്രോസസ്സ് കറക്റ്റ് ആണ്. ഏറ്റവും കൂടുതൽ അതിൽ കവർ ചെയ്തിരുന്നത് ക്രോമിയം കവർ ചെയ്തിരുന്നു, കാൽക്കേരിയ കവർ ചെയ്തിരുന്നു, കാലി കവർ ചെയ്തിരുന്നു, ആർസാൽബ് കവർ ചെയ്തിരുന്നു. സോ നമ്മളൊരു തിങ്കിങ് പ്രോസസ്സ് റെപ്പർട്ടോറിയൽ വേയിലും അത് കറക്റ്റ് ആയിട്ട് വരണം. പക്ഷേ ഇതിൽ എന്ത് കൊടുക്കും എന്നുള്ളത് അറിയാൻ വേണ്ടിയിട്ടാണ് വീണ്ടും നമ്മൾ ചോദിച്ചത്. ആ കുട്ടിയുടെ ഒരു പ്രസന്റേഷൻ ആദ്യം പറഞ്ഞത് ഈ കുട്ടി എന്താ പറഞ്ഞത്, നമുക്ക് ഈ കുട്ടിക്ക് ഒരു ഹെൽപ്പ് ഇല്ലാതെ ഒരു കാര്യങ്ങളും ചെയ്യാൻ പറ്റില്ല. രണ്ടാമത്തെ കാര്യങ്ങൾ എന്താ പറഞ്ഞത്, വീട് എന്ന് വെച്ചാൽ ശരിക്കും ആ കുട്ടിക്ക് കെയറിങ് കിട്ടുന്ന ഒരു സ്ഥലം അല്ലെങ്കിൽ ആ കുട്ടീനെ ഇപ്പൊ നോക്കുന്ന സ്ഥലം. പക്ഷേ ആ കുട്ടിക്ക് ഫാമിലി മെമ്പേഴ്സിനോട് ഒരു അവേർഷൻ സ്റ്റാർട്ട് ചെയ്തു. അപ്പൊ ഇത് രണ്ടും സൈമൾട്ടേനിയസ്ലി കുട്ടിക്കുന്നുണ്ട്. അപ്പൊ അതിന്റെ ഒരു എക്സ്പ്ലനേഷൻ എന്താന്ന് വെച്ചാൽ കോളം 1 ഒരു മെഡിസിനും കോളം 17 or 18 ആയിട്ടുള്ള ഒരു മെഡിസിനും നമുക്ക് ഉണ്ട് എന്നുള്ളതാണ് ഇതിന്റെ ഒരു കൺസെപ്റ്റ്. എന്ന് വെച്ചാൽ കോളം 17 എവിടെയാണോ നമ്മൾ നിൽക്കുന്നത് അവരോട് ഒരു അവേർഷൻ അല്ലെങ്കിൽ ഒരു ഗ്രഡ്ജ് എന്നൊക്കെ പറയില്ലേ, ആ ഒരു ഫീലിംഗ് ഡെവലപ്പ് ചെയ്യുക. അപ്പോൾ അതുകൊണ്ട് നമുക്കത് എൻ്റെ ഒരു തോട്ട് പ്രോസസ് എന്താണെന്ന് വെച്ചാൽ മേ ബി ദിസ് ഈസ് കാലിബ്രോം എന്ന് ഞാൻ വിചാരിച്ചു. അപ്പോൾ നമുക്കത് ജസ്റ്റ് ഒരു
കോളം വൈസ് റോ വൈസ് ഒരു തിങ്കിങ് പ്രോസസ്സ് മാത്രമല്ലേ. അപ്പൊ നമ്മൾ എന്താ ചെയ്യുക, പിന്നെ നോക്കി കാലിബ്രോമേറ്റർ ഞാനൊന്ന് പോയി വായിച്ചു നോക്കിയപ്പോ അപ്പൊ എനിക്ക് കാലിബ്രോമേറ്ററിൽ എന്തൊക്കെ പെത്തോളജി ഉണ്ടെന്നോ ഒന്നും ഒരു ഐഡിയ ഇല്ല. അപ്പൊ നമ്മൾ വിചാരിച്ചു നമുക്ക് എന്തായാലും പെത്തോളജി കൂടി കവർ ചെയ്യണം. അപ്പൊ റെപ്പർട്ടറി ത്രൂ നമ്മൾ വിചാരിച്ചിട്ടുള്ള മെഡിസിൻ വേണം, സെൻസേഷൻ ത്രൂ നമ്മൾ വിചാരിച്ചിട്ടുള്ള മെഡിസിൻ വേണം, അതിന്റെ കൂടെ തന്നെ പെത്തോളജിയും കവർ ചെയ്യണം. അപ്പൊ നമുക്കൊന്ന് ആദ്യം തന്നെ പതക്ക് ഒന്ന് വായിച്ചു നോക്കാം. പതക്ക് റെപ്പർട്ടറി, പതക്ക് മെറ്റീരിയൽ മേടിക്കാം കേട്ടോ. പൊട്ടാസ്യം ബ്രോമൈഡ്. Potassium bromide affects the mind and nerves, producing failure of mental power, general numbness, and anesthesia of mucous membranes, especially of eye, throat, and skin. Its power over sexual sphere is very great. അതിലെ ഒരു ഇത് പറയുന്നുണ്ടല്ലോ, aversion to touch. ഈ aversion to touchന്റെ ഒരു എക്സ്പ്ലനേഷൻ രണ്ട് കാര്യം പറയാം. ഒന്നില്ലെങ്കിൽ എക്സ്ട്രീം ഫിയർ ഈ ഒരു സെക്ഷൽ മാറ്റേഴ്സിന്, രണ്ട് ഒരു ഡിസയർ കൂടുതലായിട്ടുള്ള ഒരു സംഭവം. എപ്പോഴും ഈ പ്രൊജക്ഷനും ഡിനൈലും ഒന്നാവുന്ന പറയാം. എന്താണ് നമ്മൾ പ്രൊജക്ട് ചെയ്യാൻ ശ്രമിക്കുന്നത് അല്ലെങ്കിൽ ഡിനൈ ചെയ്യണത്, ഇത് രണ്ടും ഒരു കോയിന്റെ രണ്ട് വശങ്ങളാന്ന് പറയും. അപ്പൊ സംതിങ് റിലേറ്റഡ് ടു ഈ ഒരു ഏരിയ കുട്ടിക്ക് പ്രോമിനന്റ് അല്ലെങ്കിൽ ഒന്നില്ലെങ്കിൽ പ്രോമിനന്റ് അല്ലെങ്കിൽ കുറവ് അല്ലെങ്കിൽ കൂടുതൽ. അപ്പൊ ഈ ഒരു ഏരിയ കുട്ടിക്ക് എന്തായാലും ആക്റ്റീവ് ആണ്. പേഷ്യന്റ് ഈസ് സെൻഷ്വൽ വിത്ത് ലെസീവിയസ് ഫാൻസി, അതൊന്നും നമ്മുടെ പേഷ്യന്റ് പറഞ്ഞിട്ടില്ല. എപ്പിലെപ്സി ഈസ് അസോസിയേറ്റഡ് വിത്ത് സെക്ഷൽ എക്സസ് ഓർ അബ്യൂസ്. ഈ ഒരു കാര്യം നമുക്ക് അറിയില്ല, ഇങ്ങനെ ഒരു സംഭവം നടന്നിട്ടുണ്ടോ എന്നോ കാര്യങ്ങൾ അറിയില്ല. നമുക്ക് അറിയുന്നത് കാലിബ്രോമിലെ എപ്പിലെപ്സി എന്തായാലും ഉണ്ട്. ഇൻ വുമൻ ഫിറ്റ്സ് ഓക്കർ ഡ്യൂറിങ് മെൻസസ്. നമുക്ക് അഗ്രവേഷൻ മെൻസസ് ആണ്, മെൻസസ് ഡ്യൂറിങ് ആണ് ഏറ്റവും കൂടുതൽ എപ്പിലെപ്സി ഉണ്ടാവുന്നത് ഈ കുട്ടിക്ക്. ഫിറ്റ്സ് യൂഷ്വലി ഓക്കർ ഡ്യൂറിങ് ന്യൂ മൂൺ ആൻഡ് ആർ ഫോളോഡ് ബൈ ഹെഡേക്ക്. തലവേദന പറഞ്ഞിരുന്നു പേഷ്യന്റ് നസീമ? ഉണ്ട് മാം, ഞാനത് പറയാൻ വിട്ടതാ. അവർക്ക് ഉണ്ട്, കംപ്ലീറ്റ് ഉണ്ട്. ഓക്കെ. ഓൺസെറ്റ് ഓഫ് ഡിസീസ് കണ്ടീഷൻ ഈസ് സ്ലോ ആണല്ലോ. എത്രയോ കാലങ്ങളായി, 10-15 കൊല്ലമായിട്ടും ഏകദേശം ആ കണ്ടീഷൻ അങ്ങനെയൊക്കെ തന്നെ നിൽക്കണം. എന്ന് വെച്ചാൽ എവറി മന്ത് 2, 3, 4 പ്രാവശ്യം ഒരു എപ്പിലെപ്സി. വലിയൊരു ഡാമേജ് ഉണ്ടില്ല, കുട്ടിയുടെ ഇന്റലിജൻസ് ഒന്നിനും പ്രശ്നം വന്നിട്ടില്ല. വളരെ സ്ലോ ആയിട്ടുള്ള ഒരു ഡിസീസ് പ്രോഗ്രഷൻ വിത്തൗട്ട് എനി പെയിൻ, വീക്ക്നെസ് ഓഫ് ദി ഹാർട്ട്, ഇതൊന്നുമില്ല. ദെൻ അഗ്രവേഷൻ. മൈൻഡ് ഡിപ്രസീവ് ഡെല്യൂഷൻസ്. Thinks he is pursued, will be poisoned, will commit some great crime, will murder. എന്ന് വെച്ചാൽ കാലിബ്രോമിന്റെ ഏറ്റവും വലിയ തീമാണ് ഗിൽറ്റി ഫീലിംഗ്. ഗിൽറ്റ് ആണ് തോന്നുക, ഗിൽറ്റും ഉണ്ടാവും. അറ്റ് ദ സെയിം ടൈം ഫാമിലിയോട് അവേർഷൻ ഉണ്ടാവും. ഈ രണ്ടുമാണ് ശരിക്കും കാലിബ്രോമിന്റെ ഏറ്റവും മെയിൻ പോയിന്റ്സ്. profound indifference and disgust for life, imagines he cannot pass a certain point. നമ്മൾ ഇത് ഫുള്ള് നമുക്ക് പല സ്റ്റേജസിലാണല്ലോ മെറ്റീരിയൽ മെഡിക്കലിൽ നമുക്ക് ഇത് കിട്ടുക. നമ്മുടെ ഓരോ മെറ്റീരിയൽ മെഡിക്കലും പല സ്റ്റേജസും കവർ ചെയ്യുന്നുണ്ടാവും. ഈ പേഷ്യന്റിന് ഈ ഒരു സംഭവങ്ങൾ മാത്രമേ ഉള്ളൂ. എന്ന് വെച്ചാല് നൈറ്റ് ടെറേഴ്സ് ഒക്കെ ഉണ്ട് കേട്ടോ ഈ കുട്ടിക്ക്. അൺകോൺഷ്യസ്, സൈലന്റ് സോഫ്റ്റനിങ് ഓഫ് ദി ബ്രെയിൻ, സൂയിസൈഡൽ മാനിയ വിത്ത് ട്രംബ്ലിംഗ്, ഇതൊന്നും പേഷ്യന്റിനില്ല. മെയിൻ ആയിട്ട് 2 പോയിന്റ്. ഒന്ന് ബാക്കി ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അത്ര ഒരു നമുക്ക് എടുക്കാവുന്ന പോയിന്റ് ഈ 2 ഉള്ളൂ. ഒന്ന് ഭയങ്കരമായിട്ട് ഗിൽറ്റ് തോന്നുക, രണ്ടാമത് എക്സ്ട്രീം അവേർഷൻ ടു ഫാമിലി മെമ്പേഴ്സ്. അവേഷനും അല്ല, അത് ഗ്രഡ്ജ് പോലെ. എന്ന് വെച്ചാല് ഒരു ഫാമിലി മെമ്പേഴ്സ് എന്നെ ഉപദ്രവിക്കും, എന്നെന്ന് വെച്ചാൽ അവരെ ഫിസിക്കലി ഉപദ്രവിക്കല്ല, മെന്റലി. ആ ഒരു കൺസെപ്റ്റ്. ദിസ് ഈസ് സോ. അപ്പൊ നമുക്ക് ഓൾമോസ്റ്റ് ഒരു 70% കാലിബ്രോമേറ്റത്തില് നമ്മുടെ ഇത് കവർ ചെയ്യുന്നുണ്ട്. ഇനിയൊന്ന് ശങ്കരൻ സാറിന്റെ സ്ട്രക്ചർ എന്നുള്ള ബുക്കിൽ എന്താ എഴുതിക്കണേ നോക്കാം. ഞങ്ങൾ ഇങ്ങനെയാണ് സാധാരണ ചെയ്യാറ്. ഒരു ബുക്കല്ല, 2-3 ബുക്കുകൾ നോക്കും. പേഷ്യന്റെ പെത്തോളജി കവർ ചെയ്യണം, മെന്റൽ സ്റ്റേറ്റ്, റെപ്പർട്ടറി ത്രൂ നമുക്കൊരു 15-നുള്ളിൽ മെഡിസിൻ വന്നിരിക്കണം. റെപ്പർട്ടറി നമ്മൾ റെപ്പർട്ടറൈസ് ചെയ്യണതും വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട് ഈ നെയിം, ഫാക്ട്, ഇമോഷൻ, ഡെല്യൂഷൻ, സെൻസേഷൻ. അപ്പൊ ഡെല്യൂഷനും സെൻസേഷനും എന്തായാലും കവർ ചെയ്യണം ആ പേഷ്യന്റിന്. ഇങ്ങനെയാണ് നമ്മൾ റെപ്പർട്ടറൈസേഷൻ കൊണ്ടുപോവുക. Then calibrometer. Calibrometer, the feeling is that pupil or the family on whom you depend will attack or harm you. ഇത് തന്നെയല്ലേ പേഷ്യന്റ് പറഞ്ഞുകൊണ്ടിരുന്നത്.
ഡെല്യൂഷൻ ഇംപ്രഷൻ ഓഫ് ഡേഞ്ചർ ഫ്രം ഹിസ് ഓൺ ഫാമിലി. ഈ ഡേഞ്ചർ എന്ന് പറയുന്നത് നമ്മൾ ഇപ്പൊ ഭയങ്കരമായിട്ട് എന്താ പറയാ അങ്ങനത്തെ ത്രട്ടോ കാര്യങ്ങളൊന്നുമല്ല. ആ കുട്ടിക്ക് ഫീൽ ചെയ്യണത് എൻ്റെ ഇതിന്ന് ആ കുട്ടീനെ മെന്റലി അറ്റാക്ക് ചെയ്യണം. ഡെല്യൂഷൻസ്, പിന്നെ ഒരുപാട് ഡെല്യൂഷൻസ്. ഇതെല്ലാം നമ്മൾ കേസ് റെക്കോർഡ് വായിച്ചു പോയി കഴിഞ്ഞാൽ ഒരുവിധം ഡെല്യൂഷൻസ് ഒക്കെ ഈ കുട്ടി പറഞ്ഞിരിക്കണം. സോ ഞാൻ കൊടുത്തത് കാലിബ്രോമേറ്റം 200 വീക്ക്ലി വൺസ് ആണ് ആദ്യം കൊടുത്തത്. ദെൻ ആ കുട്ടി ഇമ്പ്രൂവ് ചെയ്തപ്പോൾ പിന്നെ നമ്മൾ കൊടുത്തത് മന്ത്ലി ആക്കി. ഇപ്പൊ വെറും PL-ഉം BT മാത്രമേ കൊടുക്കണുള്ളൂ. നസീം ഒന്ന് അവരുടെ റിവ്യൂ ഒന്ന് ഓഡിയോ ഒന്ന് കേൾപ്പിക്കൂ, ഇപ്പൊ എങ്ങനെയുണ്ട് എന്നുള്ളത്. ഇന്ന് എടുത്തിട്ടുള്ള റിവ്യൂ ആണ് കേട്ടോ അത്. പെട്ടെന്ന് അതുകൊണ്ടാണ് നമ്മൾ ഇത് ഇടാമെന്ന് വിചാരിച്ചത്. കൊടുത്തിട്ട് ആദ്യത്തെ ഒരു മാസത്തിനുള്ളിൽ കുട്ടിയുടെ കൺവൾഷൻ കുറഞ്ഞു. പിന്നെ ഒരു കഴിഞ്ഞ ഓഗസ്റ്റിലല്ലേ എനിക്കൊരു ഡിസംബർ മാസം ചെറുതായിട്ടൊരു ഫിറ്റ്സ് പോലെ തോന്നി. പിന്നെ ഒന്നും ആ കുട്ടിക്ക് തലവേദന പോലും ഉണ്ടായിട്ടില്ല. സിവിയർ തലവേദന, മൈഗ്രെയിൻ ഇതൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ അങ്ങനത്തെ ഒരു അസോസിയേറ്റഡ് സിംറ്റംസും ആ കുട്ടിക്ക്, അസോസിയേറ്റഡ് സിംറ്റം എന്ന് പറയാൻ പറ്റില്ല, മൈഗ്രെയിൻ തന്നെ ഉണ്ടായിരുന്നു. ഇതൊന്നും പിന്നെ കുട്ടിക്ക് ഉണ്ടായിട്ടില്ല. ഒന്ന് ഓഡിയോ ഒന്ന് വെക്കൂ നസീമ. കേൾക്കണില്ലല്ലോ. കാണുന്നില്ലേ നസീമ എവിടെ? മൈത്രി ആ മാഡം, നല്ല നസീം ഉണ്ട്. പറ്റുന്നുണ്ടാവില്ലേ ഷെയർ ചെയ്യാൻ? ആ അറിയില്ല, ഒരു മിനിറ്റ്. സോ ഇത് എന്ന് വെച്ചാൽ പീരിയോഡിക് ടേബിൾ ഇങ്ങനെ നമുക്ക് പഠിക്കുമ്പോൾ നമ്മുടെ ഒരു ഗുണം എന്ന് വെച്ചാൽ നമ്മൾ ബ്ലൈൻഡ് ആയിട്ട് യാതൊന്നും ഫോളോ ചെയ്യണ്ട. ബട്ട് നമുക്ക് കുറച്ചുകൂടിയും ഒരു കൃത്യമായിട്ട് നമുക്ക് എന്ത് കൊടുക്കണം എന്നുള്ളത് നമുക്ക് തന്നെ ഒരു ഐഡിയ ഉണ്ടാവും. നമുക്ക് തന്നെ ഒരു കോൺഫിഡന്റ് ആയിട്ട് നമുക്ക് കൊടുക്കാം. എന്ന് വെച്ചാല് നമുക്ക് സിംറ്റം വൈസ് നമുക്ക് കറക്റ്റ് ആവണം, അതുപോലെ തീം വൈസ് കറക്റ്റ് ആവണം, ദെൻ എന്താ പറയുക സെൻസേഷൻ ലെവലിൽ വെച്ചിട്ട് കുറച്ചുകൂടി ഈ ഒരു പീരിയോഡിക് ലെവലിൽ വെച്ചിട്ട് കൂടി നമുക്ക് ഒരു പേഷ്യന്റിന് മെഡിസിൻ കൊടുക്കാൻ പറ്റും. നമുക്ക് വളരെ ഇങ്ങനത്തെ കേസൊക്കെ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കുമല്ലോ, കൊടുക്കണോ കൊടുക്കണ്ടേ, അല്ലെങ്കിൽ ഏത് കൊടുക്കും, അല്ലെങ്കിൽ ഇത്രയും കൺവൾഷൻ ആണ്. കാരണം ആ കുട്ടി ഹോസ്പിറ്റലിൽ നിന്ന് നേരെ ഡിസ്ചാർജ് ചെയ്തിട്ട് നമ്മുടെ അടുത്താണ് വന്നിരിക്കുന്നത്. അപ്പൊ നമ്മളോടും അത്രയധികം ഒരു ഫെയ്ത്തോട് കൂടി വരണതല്ലേ ഇവരെന്തെങ്കിലും ചെയ്യും എന്ന് വിചാരിച്ചിട്ട്. അപ്പൊ അങ്ങനത്തെ കേസ് വരുമ്പോൾ കുറച്ചുകൂടി കോൺഫിഡന്റോട് കൂടിയിട്ട് നമുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതേപോലുള്ള ടൂൾസ് നമുക്ക് നന്നായിട്ട് യൂസ് ചെയ്യാൻ പറ്റും. പിന്നെ ഈ പെത്തോളജിക്കൽ പ്രിസ്ക്രിപ്ഷൻ ഒക്കെ വരുമ്പോൾ റെപ്പർട്ടറി ഉണ്ട്. റെപ്പർട്ടറി കുറച്ചുകൂടി നന്നായിട്ട് യൂസ് ചെയ്യാം. പിന്നെ നമുക്ക് വായിക്കാൻ പറ്റാവുന്നതെന്ന് വെച്ചാൽ പതക് മെറ്റീരിയമെഡിക്കൊക്കെ എക്സാക്ട്ലി ആ പേഷ്യൻസിന്റെ ഒരു ഇത് കുറെ ഉണ്ടാക്കി എഴുതുന്ന ഒരു മെറ്റീരിയമെഡിക്കുകളൊന്നുമല്ല. അപ്പൊ ഇതിനൊക്കെ നമുക്ക് വളരെ നന്നായിട്ട് ഒതന്റിക് സോഴ്സസ് ആണ് ഇതൊക്കെ. അപ്പൊ ഇതൊക്കെ നോക്കി കഴിഞ്ഞാൽ നമുക്ക് കോൺഫിഡൻസ് നന്നായിട്ട് വരും. അതല്ലെങ്കിൽ ഇങ്ങനത്തെ കേസുകൾ നമുക്ക് തന്നെ ടെൻഷനാണ്, അല്ലെങ്കിൽ നമുക്ക് തന്നെ ഒരു കോൺഫിഡൻസ് ഇല്ലാതെ കൊടുക്കുമ്പോൾ അത് പേഷ്യന്റിന് ശരിക്കും അത് മനസ്സിലാവുകയും ചെയ്യുമല്ലോ. നമ്മൾ നമ്മുടെ കയ്യിലുള്ള കുറെ ടൂൾസ് യൂസ് ചെയ്തിട്ട് എല്ലാറ്റിലും നമുക്ക് ഒരേ മെഡിസിൻ അല്ലെങ്കിൽ ഒരേ ലെവലിലാണ് മെഡിസിൻസ് വരിക എന്ന് വെച്ചാൽ അത് കുറച്ചുകൂടി നന്നായിരിക്കും. പിന്നെ അത് കഴിഞ്ഞ് ഈ കുട്ടിക്ക് അക്യൂട്ട്സ് വന്നു. അപ്പൊ നമുക്കിപ്പോ മിനറൽ പഠിച്ചു, നമുക്ക് അറിയാം, അപ്പൊ ഇങ്ങനെ നമുക്ക് ബാക്കി മെഡിസിൻസും കൂടി വേണ്ടതെന്നൊക്കെ എല്ലാവരും ചിന്തിക്കും. സോ നമുക്ക് ഒരു കാൽക്കേരിയ ലൈനിൽ വന്നു കഴിഞ്ഞാൽ അതിന്റെ കറസ്പോണ്ടിങ് പ്ലാന്റും അതിന്റെ കറസ്പോണ്ടിങ് അനിമൽസും ഇപ്പം നമ്മൾ അങ്ങനെ ഒരു ചാർട്ട് അല്ലെങ്കിൽ അങ്ങനെ ഒരു ലെവലിലാണ് ഹോമിയോപ്പതി ഇപ്പൊ കൊണ്ടുപോയിരിക്കുന്നത്. എന്ന് വെച്ചാൽ വളരെ ബുദ്ധിമുട്ടുള്ള ഒരു പ്രിസ്ക്രിപ്ഷൻ, ഹോമിയോപ്പതിക് പ്രിസ്ക്രിപ്ഷൻ ഏറ്റവും ബുദ്ധിമുട്ട്, ഒരു ക്ലാസിക്കൽ പ്രിസ്ക്രിപ്ഷൻ ഏറ്റവും ബുദ്ധിമുട്ട് എന്താ, ഒരുപാട് മെറ്റീരിയലുകൾ സ്കാറ്റേർഡ് ആയിട്ട് അവിടെയും ഇവിടെയും കിടക്കുക. അപ്പൊ നമുക്ക് ഒരാൾക്ക് ഒരു പേഷ്യന്റ് ഇരിക്കുമ്പോൾ നമുക്ക് ഇത് എവിടെ നോക്കണം, എന്ത് ചെയ്യണം, എന്ത് ഡോസ് കൊടുക്കണം, ഒന്നിനൊരു ഐഡിയ ഇല്ല. ശരിക്കും അതെല്ലാം പോയിട്ട് ഇപ്പൊ ശങ്കർ സാറിന് തന്നെ സൂപ്പർ ക്ലാസ് എന്ന് പറയും, ഒക്കെ കാറ്റഗറൈസ് ചെയ്തു. പ്ലാന്റ്, അതിന്റെ കറസ്പോണ്ടിങ് എന്തൊക്കെ അനിമൽസ് വരാം, എന്തൊക്കെ പൾസ്. ഇപ്പൊ ചെറിയൊരു എക്സാമ്പിൾ എടുത്തു കഴിഞ്ഞാൽ ഒരു കാൽക്കേരിയ ലൈൻ ആണെങ്കിൽ ഈ അബ്രോമോ ഓഗസ്റ്റ, ഗോസിപ്പിയം, ബ്രൈ, അതുപോലെ
പിന്നെ ഏതായിരുന്നു? പറയൂ. അതന്നെ, അതൊക്കെയാണ് കോമൺ ആയിട്ട് വരിക. ഇതെല്ലാം ഒരു ലെവലിൽ വരുന്നതാണ്. ബ്രൈഡ് ഫാമിലിയിൽ വരുന്നത് കുക്കുർബിറ്റ ഇതെല്ലാം നമുക്ക് ഏകദേശം കാലി വന്നു കഴിഞ്ഞാൽ പേഷ്യന്റ് ഒരു പ്ലാന്റ് ലെവലിലാണ് അല്ലെങ്കിൽ ഭയങ്കര സെൻസിറ്റീവ് ആയിട്ടുള്ള ഒരു പേഷ്യന്റ് ആണെങ്കിൽ നമുക്ക് ഇതാവോ എന്ന് ചിന്തിക്കാം. അപ്പൊ ഇതാണ് ഈ ഒരു പീരിയോഡിക് ലെവൽ നമുക്ക് അറിയാമെന്ന് വെച്ചാൽ, നന്നായി അറിയാമെന്ന് വെച്ചാൽ നമുക്ക് നന്നായിട്ട് കോൺഫിഡൻസോട് കൂടിയിട്ട് നമുക്കൊരു നെക്സ്റ്റ് പ്രിസ്ക്രിപ്ഷന് പറ്റും. ഇനിയിപ്പോ ഇത് പറ്റിയില്ല, ഇത് കേസ് ശരിയായില്ല, പക്ഷെ നമുക്ക് ഉറപ്പാണ് കാൽക്കേരിയ ലൈനിലാണുള്ള പേഷ്യന്റ് കിടക്കണമെന്ന്. സോ അതിന്റെ കറസ്പോണ്ടിങ് അനിമലോ പ്ലാന്റിലേക്കോ പോവാൻ വേണ്ടിയിട്ട് ഒരുപാട് എഫേർട്ട് ഇല്ല. എന്നുവെച്ചൊരു നമുക്ക് ശരിക്കും ഒരു 7,500 മെഡിസിൻ ഉണ്ട്. അപ്പൊ അതിൽ നമുക്ക് ഏകദേശം ഈ ഒരു അറിവുണ്ടെങ്കിൽ ഒരു 500-നുള്ളില് അല്ലെങ്കിൽ 100-ന്റെ ഉള്ളില് കുറച്ചുകൂടി നന്നായിട്ട് വ്യക്തമായിട്ട് അറിയാം. കോളം റോ ഒക്കെ ആണെങ്കിൽ നമുക്കൊരു 10-ന്റെ ഉള്ളില് മെഡിസിൻസ് വായിച്ചു നോക്കിയാൽ മതി. അപ്പൊ നമുക്ക് ആ ഒരു എക്സാക്ട് പ്രിസ്ക്രിപ്ഷൻ നമുക്ക് വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. എവിടെ നസീമ, അതൊന്ന് വെക്കൂ ഓഡിയോ. എനിക്ക് ഷെയർ ചെയ്യാൻ പറ്റുന്നില്ല. ഓഡിയോ ഷെയർ ചെയ്യാൻ പറ്റുന്നില്ലേ? മൈത്രേയ്ക്ക് പറ്റുണ്ടാവും. ചേച്ചി പറഞ്ഞോട്ടെ. നസീമയാണ് ഹോസ്റ്റ് മാഡം. എനിക്ക് ഹോസ്റ്റ് നസീമയാണ് ഹോസ്റ്റ്. ആക്കണോ? മൈത്രേയിനെ ഹോസ്റ്റ് ആക്കണോ? മൈത്രേയിനെ ഹോസ്റ്റ് ആക്കൂ. അവരുടെ ഇതും കൂടിയും കേൾക്കണ്ടേ എല്ലാവർക്കും? അതല്ലാതെ നമ്മൾ വെറുതെ മാറി എന്ന് പറഞ്ഞാൽ കാര്യമില്ല, തെളിവും കൂടി വേണ്ടേ? എന്തെങ്കിലും സംശയം അവർ ചെയ്യട്ടെ. എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ ചോദിച്ചോളൂ. ഇതിപ്പോ ഞാൻ കുറച്ചു പേര് നമ്മുടെ ഇവിടെ ആയിട്ട് ബന്ധമുള്ളവരല്ലേ, മിംസിലെ ആൾക്കാർ തന്നെയാണ്. ബാക്കി കുറച്ചു പേര് ഉണ്ടല്ലോ. ആർക്കെങ്കിലും എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ ചോദിക്കാം കേട്ടോ. മാം കാലി സെലക്ട് ചെയ്തത് മനസ്സിലായി, പക്ഷെ ബ്രോമിയം വന്നത് എന്തുകൊണ്ട്? അതൊന്ന് റിപ്പീറ്റ് ചെയ്യാവോ? ആക്ച്വലി നമ്മള് ഇപ്പം കാൽക്കേരിയ കാർബ് എന്ന് പറയുന്നത് ആ റോയിലുള്ള മൊത്തം മെഡിസിൻസ്. അപ്പൊ കാലി എന്തുകൊണ്ടാന്ന് വെച്ചാൽ വളരെ ഈ കുട്ടിയുടെ ഒരു പേഴ്സണാലിറ്റി എന്ന് പറയുന്നത് ഒരാള് നമുക്ക് കൂടെ വേണം എല്ലാറ്റിനും. പക്ഷെ സെയിം അങ്ങനെയുള്ള ഒരാള് ഒരിക്കലും മറ്റുള്ളവരെ കുറ്റപ്പെടുത്തുവോ? വളരെ സബ്മിസീവ് ആയിട്ടുള്ള പേഷ്യൻസ് ഒരിക്കലും യെസ്, എന്താ മ്യൂട്ട് ആക്കണം? ഒരു മിനിറ്റ് പറയാട്ടോ അതിനുത്തരം. അത് പറ്റുന്നില്ല ഷെയർ ചെയ്യാൻ. ഓക്കെ, ഇത്രയേ ഉള്ളൂ. ഒരു കുഴപ്പമുണ്ടായിട്ടില്ല അതുവരെ, ഒരുവിധം മാറിയിട്ടുണ്ട്. അപ്പൊ നമ്മൾ പറ്റുകയാണെങ്കിൽ ഒന്നുകൂടി റിവ്യൂ എടുത്തിട്ട് അടുത്ത പ്രാവശ്യം നമ്മൾ ഇതേപോലെ ആകുമ്പോൾ അവരുടെ അമ്മേനെ കൊണ്ടുവന്നിട്ട് പറയാം കേട്ടോ. ഇപ്പൊ എന്താണെന്ന് വെച്ചാൽ പറ്റുന്നില്ല ഇവർക്ക് ഷെയർ ചെയ്യാൻ. ഓക്കെ, അപ്പൊ നമ്മള് കാലി എന്ന് പറയുന്നത് ഒരു വളരെ സബ്മിസീവ് ആയിട്ടുള്ള ഒരു കുട്ടി, എപ്പോഴും ഇങ്ങനെ അഗ്രഷൻ ഒരു പാർട്ട് എന്ന് വെച്ചാൽ ഫാമിലീനെ ഇഷ്ടമില്ല, സിസ്റ്ററോട് ഇഷ്ടമില്ല, ഇതൊന്നും ഒരിക്കലും ഒരു കോളം 1 പേഷ്യന്റ് പറയില്ല. അപ്പൊ അതുകൊണ്ടാണ് ചിന്തിച്ചത് വേറെ ഏതെങ്കിലും ഒരു സോൾട്ട്, ഒരു കോമ്പിനേഷൻ ഒരു ഉണ്ടോ, അല്ലെങ്കിൽ കാലി കാർബൊക്കെ ആകുമ്പോഴേക്കും കുറച്ചുകൂടി സബ്മിസീവ് തന്നെയാണ്. അപ്പോ അതിന്റെ തീം എന്താന്ന് ഒന്ന് കിട്ടിയെന്ന് വെച്ചാൽ, ഒന്ന് വീടിനോട് എവിടെയാണോ പ്രൊട്ടക്ഷൻ വേണ്ടത് ആ സ്ഥലത്തുനിന്ന് പ്രൊട്ടക്ഷൻ കിട്ടുന്നില്ല, അവരോട് ശത്രുത. ദിസ് ഈസ് 17th കോളം. അപ്പൊ അതുകൊണ്ടാണ് കാലി ബ്രോം വന്നത്. അല്ലെങ്കിൽ നേരത്തെ ആരും എന്നോട് പറഞ്ഞല്ലോ കാലി കാർബ് വരാത്തതിന് കാരണം വെച്ചാൽ കാലി കാർബ് വീണ്ടും സബ്മിസീവ് ആണ്. ഇങ്ങനൊരു പേഴ്സണാലിറ്റി അല്ലല്ലോ കാലി കാർബ്. എന്ത് പറഞ്ഞാലും അത് ചെയ്യുക,
വളരെ സബ്മിസീവ് ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണ്. ഇത് സബ്മിസീവ് അല്ല, ഒരു അഗ്രഷൻ പാർട്ട് ഈ കുട്ടിക്ക് നല്ലോണം ഉണ്ട്. മേ ബി ഈ അഗ്രഷൻ പാർട്ട് കൊണ്ടായിരിക്കാം സെൻട്രൽ നെർവസ് സിസ്റ്റത്തിന് ഒരു ഡിസ്റ്റർബൻസ് വരുന്നുണ്ടാവുക. അപ്പൊ മേ ബി ഈ അഗ്രഷൻ വളരെ കൂടുതലായിരിക്കാം, ഈ കുട്ടി പറയുന്നേക്കാളും കൂടുതലായിരിക്കാം. അപ്പോ ഈ ഒരു പാർട്ട് വരുമ്പോഴാണ് നമ്മൾ ഇതുപോലെ പേപ്പർ കേസ് പ്രസന്റ് ചെയ്യുമ്പോൾ ചിലപ്പം ആ ഒരു എനർജി ലെവൽ നമുക്ക് അത്ര അറിയാൻ പറ്റില്ല. നേരിട്ട് വരുമ്പോൾ ആ ഒരു അഗ്രഷൻ അല്ലെങ്കിൽ ആ എനർജി ലെവലിലുള്ള അല്ലെങ്കിൽ വോയിസിലുള്ള ടോണൊക്കെ നോക്കാം, നമുക്ക് ഒബ്സർവ് ചെയ്യാം. അപ്പൊ ശരിക്കും നമുക്ക് ഈ ഒരു കോളം വൈസ് ഒരു അണ്ടർസ്റ്റാൻഡിങ് നമുക്ക് എളുപ്പമാണ്. ഇതാണ് പേഷ്യന്റ് എന്ന് പറയാൻ നമുക്ക് പറ്റും. ഇനി എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ ചോദിക്കോ. Ma'am, like when the case was going on, the girl was telling that I have like my family is enemy, like they're enemies, they are threat. So like we junior doctors will go for an animal kingdom. Firstly, we'll jump. So like since you already told it was a mineral, so it was easy for us. So how did you distinguish animal and like യെസ് യെസ് ഇപ്പൊ നമ്മൾ മിനറൽ കിങ്ഡം എടുക്കുമ്പോൾ 17th കോളം അല്ലെങ്കിൽ ഒരു 15th കോളം മുതൽ വരുമ്പോൾ നമുക്കൊരു അനിമൽ ക്യാരക്ടർ വരും. എന്ന് വെച്ചാൽ ഒരു മിനറൽ കിങ്ഡം ആണെങ്കിലും ഒരു അവേർഷൻ ടു ഫാമിലി ആണ് ശരിക്കും. ഒരു അനിമൽ ക്യാരക്ടർ എന്ന് പറഞ്ഞാൽ എന്താണ്, മീ വേഴ്സസ് യു ആ, നീ അങ്ങനെ ചെയ്യണമെങ്കിൽ ഞാൻ അങ്ങനെ ചെയ്യും, അങ്ങനെ ഒന്നല്ല ഈ കുട്ടിക്ക് വന്നിരിക്കുന്നത്. ഈ കുട്ടിയുടെ ജസ്റ്റ് ഒരു തോട്ട് പ്രോസസ്സ് മാത്രമാണ് അവര് എന്നെ ബുദ്ധിമുട്ടിക്കുന്നു, അവരെന്റെ എനിമീസ് ആണ് എന്നുള്ളത് അവരുടെ ഒരു ഫീലിംഗ്. അതുകൊണ്ട് എനിക്ക് ജീവിക്കാൻ പറ്റുന്നില്ല എന്നുള്ളതാണ്. അത് അല്ലാതെ ഒരു അനിമൽ ഫീലിംഗ് അല്ലെങ്കിൽ ഒരു സർവൈവൽ മെക്കാനിസം എന്ന് പറയുന്നത് അവരെ കോമ്പറ്റ് ചെയ്ത് ജീവിക്കുന്ന ഒരു അവസ്ഥയിലല്ല ഈ കുട്ടി പോണത്. അപ്പൊ എല്ലാ ഹാലജനും അനിമൽ മെഡിസിൻ ആണെന്ന് തോന്നും. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഈ കുട്ടിയുടെ എനർജി ലെവല്, ഈ കുട്ടിയുടെ ഒരു ലൈഫ് സ്റ്റൈലുള്ള പാറ്റേൺസ് ഒക്കെ ഒന്നും കൂടിയും ചോദിക്കും. ഇങ്ങനൊരു അവസ്ഥ വരുമ്പോൾ ഇവിടെയാണ് ഈ അനിമൽ കിങ്ഡം മിനറൽ കിങ്ഡം ബുദ്ധിമുട്ട് വരുന്നത്. അപ്പൊ നമുക്ക് നന്നായിട്ട് അറിയാൻ പറ്റും മിനറൽ കിങ്ഡത്തിന്റെ പ്രസന്റേഷൻ ആണ്. ഞാൻ പറഞ്ഞല്ലോ, യാതൊരു ഇമോഷൻസും ഇല്ല, ഒരുപാട് ഒന്നില്ലെങ്കിൽ കരയാം, അല്ലെങ്കിൽ ഒരുപാട് ഡിപ്രഷൻ ആയിട്ട് കുട്ടി പ്രസന്റ് ചെയ്യാം. അപ്പൊ അങ്ങനെയൊക്കെ ആകുമ്പോൾ നമുക്ക് പ്ലാന്റ് ആണോ അനിമൽ ആണോ എന്നൊക്കെ തോന്നും. പക്ഷെ ത്രൂ ഔട്ട് കേസ് ടേക്കിംഗ് ഓൺലി മിനറൽ കാര്യങ്ങൾ മാത്രം, മിനറൽ കിങ്ഡത്തിന്റെ പ്രസന്റേഷൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. എൻഡ് വന്നപ്പോഴാണ് ഇങ്ങനെ ഒരു സംഭവം കയറി വന്ന് ഒരു അവേർഷൻ ടു ഫാമിലിയും ഒരു ഗ്രഡ്ജ് ഫീലിംഗ് ഒക്കെ. അപ്പൊ നമ്മൾ വീണ്ടും എങ്ങനെയാണ് ഈ കുട്ടിയുടെ സർവൈവൽ മെക്കാനിസം എന്ന് വെച്ചാൽ എപ്പോഴും കുറ്റപ്പെടുത്തി മറ്റുള്ളവരെ പറഞ്ഞിട്ടാണോ ഈ കുട്ടി ദിവസം തള്ളി നീക്കണേ നോക്കുമ്പോൾ അങ്ങനെയല്ല. എന്ന് വെച്ചാൽ ആ കുട്ടിക്ക് ജീവിക്കാൻ വേണ്ടിയിട്ട് ഉള്ള ഒരു ഇമോഷൻ അല്ലെങ്കിൽ ആ കുട്ടീനെ ബാധിക്കുന്ന ഒരു കാര്യം മാത്രമാണത്. ഈ ഒരു നമ്മൾ വെറുതെ പറയാന്ന് പറയില്ലേ, പ്രവർത്തിക്കില്ല എന്ന് പറയില്ലേ, അതേപോലെ. സോ നമുക്ക് കൺഫേം ആയി ദാറ്റ് ഈസ് മിനറൽ കിങ്ഡം. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. എല്ലാ ഹാലജൻസിനും ഈ ഒരു തീം വരും. പക്ഷെ വീണ്ടും ആലോചിക്കുമ്പോൾ ഒരിക്കലും അതൊരു ആനിമൽ ഒരു ക്യാരക്ടറിസ്റ്റിക്സിൽ പോവില്ല, ജസ്റ്റ് ഒരു വർത്താനം മാത്രമേ ഉണ്ടാവുള്ളൂ. എന്ന് വെച്ചാൽ ഡീപ്പറായിട്ട് ആ കുട്ടി ഇത് തന്നെ ആലോചിച്ചിരിക്കില്ല. പക്ഷെ ആ കുട്ടിക്ക് ഒരു അഗ്രഷൻ പാർട്ട് അല്ലെങ്കിൽ ഒരു അവേർഷൻ പാർട്ട് അവിടെ ഉണ്ടാവും എന്ന് മാത്രമേ ഉള്ളൂ. Okay, ma'am. Got it. Thank you. ഇനി ആർക്കെങ്കിലും സംശയം ഉണ്ടോ? ദേവാനന്ദ ഡോക്ടർക്ക് ക്ലാസ് ഉള്ളതല്ലേ മാസ്റ്റർ കോഴ്സ്? 2:55 ക്ലാസ് നടക്കാണ്. അപ്പം കേസ് ഡിസ്കസ് ചെയ്തിട്ട് ഓക്കെ ഓക്കെ. ഇനി ആർക്കെങ്കിലും സംശയം ഉണ്ടോ? കൃഷ്ണ ഡോക്ടറെ മനസ്സിലായില്ലേ നാട്രിമ്യൂറൽ അല്ലാത്തത് എന്തായിരുന്നു എന്നുള്ളത്? മനസ്സിലായി. മനുഷ്യ ഡോക്ടർക്ക് ഇത് ഇനി മിനറൽ കിങ്ഡത്തിലൊന്നും അറ്റൻഡ് ചെയ്യണ്ട കേട്ടോ. എത്ര പെട്ടെന്നാ കാലികാർബനീഷ്യം പറഞ്ഞത്. അയ്യോ എന്റെ തെറ്റിപ്പോയി. നിഷ കാലിയല്ലേ പറഞ്ഞേ, അല്ല കാൽക്കരിയോ? ഞാൻ നേത്രമയുടെ ഫസ്റ്റും 17th എത്തി. അപ്പൊ മനുഷ്യ ഡോക്ടർക്ക് ഒരു ക്ലാപ്പ് കൊടുക്കാം നമുക്ക് കേട്ടോ. കാലി കാർബ് വരെ എത്തിയില്ലേ? ഈ കാർബ് എത്തിക്കഴിഞ്ഞാൽ എങ്ങനെയാണ്? കാർബും ഏകദേശം എത്രാമത്തെ കോളായിരുന്നു? ഒരു 14 കാർബ്. എന്തായാലും എക്സ്ട്രാ റൈറ്റിലേക്ക് എത്തിയില്ലേ? അതും നല്ലതായിരുന്നു. ഓക്കെ, അപ്പൊ ഇന്നത്തെ സെഷൻ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. നമ്മൾ എല്ലാ വെള്ളിയാഴ്ചകളിലും ഇതേപോലെ നമുക്കൊരു കേസോ അല്ലെങ്കിൽ ഒരു എന്തെങ്കിലും ഡിസ്കസ് ചെയ്യാം ഹോമിയോപ്പതിയിൽ കേട്ടോ. ഓക്കെ താങ്ക് യു. Thank you so much, ma'am.